ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ 40 വരെ എഴുതി പ്രാക്ടീസിന്റെ പാർട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിലുള്ളവർ അവര് ഇതിന്റെ പേര് ഒന്ന് പറഞ്ഞേ കേട്ടോ. ഇപ്പൊ ഒന്ന് ആൾക്കാർ വേഗം എടുത്ത് എഴുതണം കേട്ടോ. ഇവര് കഴിഞ്ഞു, നമ്മൾ എല്ലാം പറയിപ്പിക്കുകയായിരുന്നു ഇത്ര സമയം. ഇതിന്റെ പേരെന്തായിരുന്നു? ബ്യൂട്ടൻ 2 on കേട്ടോ. ഓക്കെ, വേഗം ഒന്ന് എഴുതി വെച്ചേ. ബ്യൂട്ടൻ 2 on. സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട് അല്ലെ, ബ്യൂട്ടൻ 2 on. നെക്സ്റ്റ് അടുത്ത ആൾക്കാര്. ഓക്കെ, മീനാക്ഷി വേഗം പറഞ്ഞേ ഇതിന്റെ പേര്. എത്ര കാർബൺ ഉണ്ട്? കൗണ്ട് ചെയ്തേ. 1 2 3 ഇങ്ങനെ നമ്പർ ചെയ്യണം കേട്ടോ. ഇവിടെ ആയാലും നിങ്ങൾ നമ്പർ ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ വെറുതെ നോക്കി പറയരുത്, തെറ്റിപ്പോവും. അപ്പൊ എന്തായിരിക്കും? പ്രൊപ്പനമൈഡ് അല്ലെ. ഓക്കെ, വേഗം എടുത്തെഴുത് കേട്ടോ. പ്രൊപ്പനമൈഡ്. ദെൻ ഹരി, നിങ്ങൾ രണ്ടുപേരും കേട്ടോ, ഓരോ ടീമായിട്ടാ. വേഗം പറ. 1 2 3 4 5. മിത്ര ഉറപ്പല്ലേ? പെൻഡ് 5 വന്ന പെൻഡ്. CN എന്താ വിളിക്കുന്നേ? നൈട്രൈൽ. പെൻഡൻ നൈട്രൈൽ കേട്ടോ, ഓർത്ത് നോക്കുക. പെൻഡൻ നൈട്രൈൽ. കേട്ടോ. ഓക്കെ, പെൻഡൻ നൈട്രൈൽ ഒരുമിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, പെൻഡൻ നൈട്രൈൽ. ദെൻ ഇതെന്തായിരുന്നു നിങ്ങൾ പറ. ബ്യൂട്ടനോ? ഇതെന്താണ്? എസ്റ്റർ അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, എസ്റ്ററിന് നമ്പർ ചെയ്യേണ്ടത് 1 2 3 അല്ലെ. അതല്ല കേട്ടോ, ഓർക്കുക, ശ്രദ്ധിച്ചിരിക്കും. ഇതാണ് നമ്പർ ചെയ്യേണ്ടത് 1 2 3. പ്രൊപ്പാണ് അല്ലെ, പ്രൊപ്പ്. ഇനി ഇവിടെ വരുന്നത് കണ്ടോ, ഈ ഓയുടെ സ്ഥലത്തുള്ളത് ലോങ് ചെയിൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല അല്ലെ, ഇൻ ബിറ്റ്വീൻ. അപ്പൊ ഇതിനെന്ത് പറയും? മീഥൈൽ. മീഥൈൽ പ്രൊപ്പനോയേറ്റ് കേട്ടോ. വേഗം എടുത്തെഴുതും. മീഥൈൽ പ്രൊപ്പനോയേറ്റ്. ഇതിനു മുമ്പ് നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. മീഥൈൽ പ്രൊപ്പനോയേറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടുപേരും ഇത് കാർബോക്സിലിക് ആസിഡ് ആണ്. ഇനി പറയും. ടൂല് CH3 CH2 വന്നിട്ടില്ലേ? അപ്പൊ എങ്ങനെ പറയും? 2,2 എത്ര മീഥൈൽ വന്നു? 2 അപ്പൊ 2 വന്ന എന്താ? ഡൈമീഥൈൽ കേട്ടോ. ഓക്കെ, 2,2 എന്ന് പറഞ്ഞ പൊസിഷൻ ആണ് കേട്ടോ. ഓക്കെ, 2ൽ ഒരു CH3, ഈ 2ൽ തന്നെ ഒരു CH3. 2,2 ഡൈമീഥൈൽ. വർത്തമാനം പറയല്ലേ കേട്ടോ. ഡൈമീഥൈൽ എന്ത് വന്നിട്ടുണ്ട്? 2 3 വന്ന പ്രൊപ്പനോയിക് ആസിഡ് കേട്ടോ. ഓക്കെ, പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ്. ആൽഡിഹൈഡ് എന്ന് പറയുമ്പോ എൻഡിലായിരിക്കും എപ്പോഴും. ആൽഡിഹൈഡ് എപ്പോഴും എന്തായിരിക്കും? C ഡബിൾ ബോണ്ടോ H ആണ് ആൽഡിഹൈഡ് അല്ലെ. ഓക്കെ, അപ്പോ കാർബൺ ചെയിന്റെ എൻഡിലായിരിക്കും എപ്പോഴും എന്ത് വരുന്നത്? ആൽഡിഹൈഡ് വരുന്നത്. കീറ്റോൺ ഇൻ ബിറ്റ്വീൻ ചെയിൻ ആയിരിക്കും, ആൻഡ് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. രണ്ടിനും എന്താ? C ഡബിൾ ബോണ്ടോ കേട്ടോ. ഓക്കെ, ചോദിച്ചോ. ഇതാണോ? അല്ല, ഇത് ഇവിടെ ഒരു ബ്രേക്ക് ആണ്. കാർബൺ, ഇത് കാർബൺ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കണ്ടിന്യൂസ് ചെയിൻ എടുക്കാൻ പറ്റുമോ ഇതിനകത്ത്? ഇല്ല. കാർബണെ കണ്ടിന്യൂസ് ചെയിൻ എടുക്കാൻ പറ്റുമോ? അല്ല അല്ല. കാരണം എന്താ? ഇപ്പോ ദേ ഇവിടെ നോക്കിയേ, ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തേ. അല്ല, നമ്മുടെ റൂൾ എന്താ? ഒറ്റ വേർഡാണ്, ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്. കീറ്റോൺ എന്നല്ല, ഒന്നിനുമില്ല അങ്ങനെ. ഇതെന്തുകൊണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തേ പറഞ്ഞേ? ഇത് O ആണ്, കണ്ടിന്യൂസ് ചെയിൻ അല്ല. ഈതറിനും അങ്ങനെയാ അല്ലെ. ഈതറിന് കണ്ടിന്യൂസ് ചെയിൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ചെയിൻ മാത്രമേ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാൻ പറ്റത്തുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ ചെയിൻ കണ്ടിന്യൂസ്. പിന്നെ നോക്കണം എന്താ? കണ്ടോ, ഇവിടെ നിന്ന് കട്ടായി, ഇത് വേറെ ചെയിൻ, അതിനാണ് മീഥൈൽ. ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ ഓക്കെ. ദെൻ അടുത്ത് 46. അടുത്ത് നന്ദന, നിങ്ങൾ രണ്ടുപേരും. CHO വന്ന എന്തായിരുന്നു?
ആൽഡിഹൈഡ്, CHO ആൽഡിഹൈഡ്. അപ്പൊ ഇവിടെ നിന്ന് നമ്പർ ചെയ്യും, ഇവിടെ നിന്ന് കണ്ടോ 1 2 3 4. ഓക്കെ, എൻഡ് ആണ് അല്ലെ, അതുകൊണ്ട് അവിടെ തുടങ്ങാൻ. ഇനി എന്ത് പറയും? നിങ്ങൾ പറഞ്ഞാൽ 2,2 ഡൈ മീത്തൈൽ അല്ലെ, 2 പ്രാവശ്യം മീത്തൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. മീത്തൈൽ ഈ ഒരു ഇതിന്റെ മീനിങ് ഇവിടെ ഒരു CH3 ഉണ്ടെന്നാണ് കേട്ടോ. ഓക്കെ, അവർ അങ്ങനെ തരില്ല, ഇത് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിൽ കാണണം. അതിനെയാണ് ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറയുന്നത്. 2,2 ഡൈ മീത്തൈൽ. പിന്നെ എന്ത് വന്നു? 4 വന്ന എന്തായിരിക്കും? ബ്യൂട്ട് അല്ലെ, 4 വന്ന എന്താ? ബ്യൂട്ട്, ബ്യൂട്ടനാൽ. 2,2 ഡൈ മീഥൈൽ ബ്യൂട്ടനാൽ. ചോദിച്ചോ മോനെ. ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷൻ ഗ്രൂപ്പ്. പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം? ഫങ്ഷൻ. ഇനി ഞാൻ എനിക്ക് ഇവിടെ നിന്ന് നമ്പർ ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് നമ്പർ ചെയ്യാൻ പറ്റും. എവിടെ നിന്ന് നമ്പർ ചെയ്യും? ഇവിടെ നിന്ന്. വാട്ട് ഇസ് റീസൺ? ഫങ്ഷൻ ഗ്രൂപ്പിന് പ്രയോറിറ്റി. ഇനി ഫങ്ഷൻ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ആർക്ക് പ്രയോറിറ്റി? ബ്രാഞ്ചിന് പ്രയോറിറ്റി. കണ്ടോ, ഓർത്ത് നോക്കാം. ഇനി 2 ആൾക്കാർ ഒരേപോലെ വന്നാൽ അതില് ആൽഫബറ്റിക് റൂൾ. ബ്രോമിൻ ആൻഡ് ക്ലോറിൻ. ബ്രോമിൻ ആൻഡ് ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ ആർക്കാ പ്രയോറിറ്റി? ബ്രോമിൻ. ആൽഫബറ്റിക് ABC അല്ലെ. ഓക്കെ, അപ്പൊ ബ്രോമിന് പ്രയോറിറ്റി വരും. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. 47 എവിടെ നിന്നാ നമ്പർ ചെയ്യാം? കാർബൺ ചെയിൻ അല്ലേ, ലോങ് ചെയിനിൽ ഫങ്ഷൻ ഗ്രൂപ്പ് ഉള്ള കാർബൺ ചെയിൻ എവിടെന്നാ? ഇവിടുന്ന്. 1 2 3 4. കണ്ടോ, കാർബണേ നമ്പർ കൊടുക്കാൻ പറ്റുള്ളൂ, എനിക്ക് ഇവിടെ നമ്പർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ദെൻ അടുത്ത നിങ്ങൾ രണ്ടുപേരും കേട്ടോ. ഓക്കെ, 2,2 ഡൈ മീത്തൈൽ ബ്യൂട്ടൻ അമീൻ. ബ്യൂട്ടനമീൻ. Then next, അടുത്ത ലോങ് ചെയിൻ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യോ? കേട്ടോ, ഓർത്ത് നോക്കാം. ഫങ്ഷൻ ഗ്രൂപ്പിന് പ്രയോറിറ്റി വെച്ചിട്ടാണ്. അപ്പോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 1 2 3 4 5 6 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ദെൻ കീറ്റോൺ വന്നു കഴിഞ്ഞാൽ അതിനെ ഓൺ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഓൺ. എത്ര പ്രാവശ്യം ഓൺ വന്നിട്ടുണ്ട്? 2 പ്രാവശ്യം. അപ്പൊ എന്താ വിളിക്കും? ഡയോൺ. എന്തായിരിക്കും? ഡയോൺ. അപ്പോ ടോട്ടൽ എത്രയുണ്ട്? 6 ഉണ്ട്. 6 വന്ന ഹെക്സൻ അല്ലെ, 6 വന്ന ഹെക്സൻ. പിന്നെ എന്ത് വരും? എവിടെയൊക്കെയാ ഓൺ വന്നേക്കുന്നത്? 2-ലല്ലേ. അപ്പോ 2,4 പൊസിഷനാ പറയുന്നത് കേട്ടോ. 2,4 കീറ്റോൺ വന്ന ഓൺ ആണ്. എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 2 ടൈം അല്ലെ. 2 ടൈം വന്ന എന്ത് കൊടുക്കും? ഡൈ. ഉണ്ടോ? ഓൺ കീറ്റോൺ ആണ് കേട്ടോ. 2 പ്രാവശ്യം ഓൺ വന്നിട്ടുണ്ട്. ഡൈ ഓൺ. ഓക്കെ, ദെൻ ഓൺലൈനില് ആദിത്യ. ഞാൻ ഈ മൈക്ക് എടുത്തിട്ടുണ്ട്. ഇതുണ്ട് ആണോ? ഇതിന്റെ പേരെന്തായിരിക്കും? ഇത് ഇവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 4 5. അപ്പോ 2-ല് ബ്രോമിൻ ഉണ്ട്, 3-ല് ബ്രോമിൻ ഉണ്ട്. അപ്പൊ എന്തായിരിക്കും? പെന്റ് ആണ് അല്ലെ. പെന്റ്. അതിൽ തന്നെ 2-ലും 3-ലും ബ്രോമിൻ. അപ്പൊ എന്ത് വരും? 2,3. എത്ര പ്രാവശ്യം ബ്രോമിൻ വന്നിട്ടുണ്ട്? 2. അപ്പൊ എന്തായിരിക്കും? ഡൈ ബ്രോമോ കേട്ടോ. ഡൈ ബ്രോമോ. ടോട്ടൽ എത്രയുണ്ട്? 5 വന്നാൽ എന്തായിരിക്കും? പെന്റെയിൻ. നെക്സ്റ്റ് ഇവിടെ നോക്കുമ്പോ ഫങ്ഷൻ ഗ്രൂപ്പ് OH ഉണ്ട്, ഹാലജൻ. ആർക്കാണ് പ്രയോറിറ്റി? OH-നാണ് കേട്ടോ. ഓക്കെ, അതാണ് ഇനി വരാവുന്ന റൂൾ കേട്ടോ. ഓക്കെ, വരുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ റൂൾ ഉണ്ട്. ആ റൂളിൽ ആർക്കാ പ്രയോറിറ്റി? OH കേട്ടോ. ഓർത്തോ. ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി വരുന്നത് COH-നാണ്, കാർബോക്സിലിക് ആസിഡ് ആണ് ആക്ച്വലി വരുന്നത്. അപ്പോ പ്രയോറിറ്റി റൂൾ എന്നാണ് വരുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോ ഞാൻ പറഞ്ഞു എത്ര റൂൾ വെച്ചിട്ടാണ്? വെറും 2 റൂൾ വെച്ചിട്ടാണ് ആക്ച്വലി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. സ്കൂളിൽ എടുക്കുമ്പോൾ ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് എടുക്കും. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒന്നും മനസ്സിലാവില്ല, ആയ കൺഫ്യൂസ്ഡ് ആവും, അവിടെ വരും. ഇതാണ് ഏറ്റവും കൂടുതൽ ബേസിക്സ് വരുന്നത് ഇവിടെ നിന്നായിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് ഇനി നമുക്ക് എന്ത് വരും? ഫങ്ഷൻ ഗ്രൂപ്പ് ഇതുപോലെയല്ല. ആൽഡിഹൈഡ് ഫങ്ഷൻ ഗ്രൂപ്പ് ആയിട്ട് വരുന്ന സമയത്ത് അതിനെ വിളിക്കുന്ന പേര് ഓക്സോ എന്നാ. നമുക്ക് ആല് പറഞ്ഞു, ഓക്സോ പറഞ്ഞു. പിന്നെ മിക്ക കുട്ടികളും അത് രണ്ടും അങ്ങ് മിക്സ് ആയിട്ടൊക്കെ പറയും.
അപ്പോ CH വരുമ്പോൾ എപ്പോഴാണ് ആല് എപ്പോഴാണ് ഓക്സോ അങ്ങനെയൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് വരും. പക്ഷെ ഒരു എന്താ പറയാ ഒരു 90% ഈ ഒരു ഫ്രെയിമിലേ വരുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ ഇവിടെ എന്താ 3 ബ്രോമോ 3 ക്ലോറോ, ആരാദ്യം പറയും? ബ്രോമോ അല്ലെ? ഓക്കെ, അപ്പൊ 3 ബ്രോമോ, അതിന് മീനിങ് എന്താ? തേർഡ് പൊസിഷനിൽ ബ്രോമിൻ ഉണ്ട്. ഇനി തേർഡ് പൊസിഷനിൽ ആരുണ്ട്? ക്ലോറിൻ ഉണ്ട്. അപ്പൊ എന്ത് വിളിക്കും? 3 ക്ലോറോ അല്ലെ? 3 ക്ലോറോ. ദെൻ ടോട്ടൽ എത്രയുണ്ട്? 4 വന്നാൽ എന്തായിരിക്കും? ബ്യൂട്ട് അല്ലെ? ഓക്കെ, OH വന്ന ഓൾ, ബ്യൂട്ടനോൾ. എടുത്തരുത് കേട്ടോ. OH വന്ന ഓൾ അല്ലേ? 1 ഓളാണ്. 1 പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, 1 പറഞ്ഞില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഫസ്റ്റ് എന്നാണ് അർത്ഥം, ബ്യൂട്ടനോൾ. ലാസ്റ്റ് നമ്മൾ എഴുതി വെച്ച ടോപ്പിക് ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? ടെട്രാവാലൻസി അല്ലേ? ഓക്കെ, ആ ചോദിച്ചു. 3, അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഇപ്പൊ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് 2 എണ്ണം വന്നാൽ മാത്രമേ നമുക്ക് ഒരേപോലെയുള്ള പൊസിഷൻ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ ഇത് 3 ആണ്, ഇത് 1-ലായിരുന്നു വെച്ചെങ്കിൽ എന്ത് വിളിക്കും നമ്മള്? അങ്ങനെ കൊടുക്കാനായിട്ട് പാടില്ല. ഇതാണ് റൂൾ കേട്ടോ. ഓക്കെ, ഓരോന്നിനും ഇത് വരും. 2 പ്രാവശ്യം ഒരേപോലെ വന്നാൽ നമുക്ക് എന്ത് വിളിക്കാം? ഡൈ എന്ന് വിളിക്കാം. 3 പ്രാവശ്യം വന്നാൽ ട്രൈ, ഒരുമിച്ച് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, ടു ടൈം വന്ന ഡൈ, 3 വന്ന എന്തായിരിക്കും? ട്രൈ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. Structural representation of organic compound. Structural representation of organic compound. ഇതിന്റെ താഴെ നമുക്ക് സബ് ഹെഡിങ് ആയിട്ട് കൊടുത്തേക്കുന്നതാണ് കംപ്ലീറ്റ്. എഴുതണ്ട കേട്ടോ, ശ്രദ്ധിക്കുക, എഴുതണ്ട. കംപ്ലീറ്റ് കണ്ടൻസ് ആൻഡ് ബോണ്ട് ലൈൻ സ്ട്രക്ചറൽ ഫോർമുലാസ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ സ്ട്രക്ചറൽ ഫോർമുല ഏതൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ്, പിന്നെ എങ്ങനെയാ? കണ്ടൻസ്, ബോണ്ട് ലൈൻ, സ്ട്രക്ചറൽ ഫോർമുല. അങ്ങനെ ഒരു 4 കാറ്റഗറൈസേഷൻ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് പോകുന്ന രീതിയാണ് ആക്ച്വലി വരുന്നത്. അപ്പോ ഓരോന്നായിട്ട് നമുക്ക് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. അപ്പോ ഒരു എക്സാമ്പിൾ തന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി വരും. ഇത് എഴുതി കഴിഞ്ഞാലേ ഓർഗാനിക് കോമ്പൗണ്ടില് നിങ്ങൾക്കറിയാം മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പഠിച്ചതല്ലേ അല്ലേ? ഓക്കെ, എഴുതി നോക്കാം. പെൻഡെയിൻ. പെൻഡെയിൻ മോളിക്കുലർ ഫോർമുല എന്തായിരിക്കും? പെൻഡെയിൻ മോളിക്കുലർ ഫോർമുല നമ്മൾ നേരത്തെ പറഞ്ഞാണ് CnH2n+2 എന്ന് പറയുമ്പോൾ പെൻഡെയിന് ഇങ്ങനെയായിരിക്കും C5H12 കേട്ടോ. ഓർത്ത് നോക്കുക, ഇതാണ് പെൻഡെയിൻ, C5H12. ഓക്കെ, ഇതിന് തൊട്ട് താഴെ എഴുതി വെക്കുക സ്ട്രക്ചറൽ ഫോർമുല. സ്ട്രക്ചറൽ ഫോർമുല, പെൻഡെയിന്റെ സ്ട്രക്ചറൽ ഫോർമുല അണ്ടർലൈൻ ചെയ്യും. സ്ട്രക്ചറൽ ഫോർമുല. അപ്പൊ പെൻഡെയിൻ എന്ന് ചോദിച്ച് നിങ്ങൾ 10th എഴുതി പഠിച്ചേക്കുന്നതാണ് സ്ട്രക്ചറൽ ഫോർമുല. സ്ട്രക്ചറൽ ഫോർമുല ഞാനൊന്ന് വരക്കാം. ഇങ്ങനെയാണ് സ്ട്രക്ചറൽ ഫോർമുല. ഇതുണ്ട്. ഓക്കെ, ഇതിങ്ങനെ എഴുതാം നമ്മൾ അല്ലെ. സ്ട്രക്ചറൽ ഫോർമുല വരക്കുമ്പോൾ ആദ്യം എങ്ങനെ വരക്കും? നമ്മൾ കാർബൺ മാത്രമായിട്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് വരക്കും. ഉണ്ടോ? ഓക്കെ, 1 2 3 4 5. ഇനി എന്ത് ചെയ്യും? H വെച്ച് ഫില്ല് ചെയ്യും. ഇതാണ് ഇങ്ങനെ വരക്കുന്നതിനെയാണ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. സ്ട്രക്ചറൽ ഫോർമുല. സ്ട്രക്ചറൽ ഫോർമുല. ഇത് വേർഡ് കേട്ട് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ.
സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതുവരെ പെന്റേന്റെ സ്ട്രക്ചറൽ ഫോർമുല വേഗം വരച്ചോ കേട്ടോ. സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വരക്കണം. തൊട്ട് താഴെ കംപ്ലീറ്റ് ഫോർമുല. സ്ട്രക്ചറൽ ഫോർമുല വരച്ചു കഴിഞ്ഞിട്ട് അടുത്ത ഹെഡിക്കാണ് കംപ്ലീറ്റ് ഫോർമുല. സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞ് ഇങ്ങനെ വരക്കുന്നതിനെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത് കംപ്ലീറ്റ് ഫോർമുല. കംപ്ലീറ്റ് ഫോർമുല. കംപ്ലീറ്റ് ഫോർമുല. കംപ്ലീറ്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വരക്കുന്നതാണ് കംപ്ലീറ്റ് ഫോർമുല. ഒന്ന് നോക്കിയോ കേട്ടോ. CH3 CH2 ഉണ്ടോ? ഒരു ലൈൻ ഒന്നും കൊടുക്കില്ല ഞാൻ. CH2 CH2 ഇങ്ങനെ ഈ ലൈൻ വേണ്ട കേട്ടോ. ഓക്കെ, CH3 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഇതിന്റെ ഇടയിൽ വേറെ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് കംപ്ലീറ്റ് ഫോർമുല കേട്ടോ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഫോർമുല ഇങ്ങനെ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോ ഇത് പെന്റേൻ അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല ഇതേപോലെ വരക്കുന്നത് തന്നെയാണ്. ഇങ്ങനെ വരച്ചത് എന്താണ്? കംപ്ലീറ്റ് ഫോർമുല കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ഫോർമുല എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വരച്ചു നോക്കാം. അടുത്താണ് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മോളിക്കുലർ ഫോർമുല. C5H12 മോളിക്കുലർ ഫോർമുല ഇങ്ങനെ എഴുതുന്നത് കണ്ടോ. ഇത് തമ്മിൽ ഒരേ കാര്യമല്ലേ കേട്ടോ. ഓർത്ത് നോക്കാം. ഒരേ കാര്യത്തിന് പല രീതിയിൽ എഴുതാം അല്ലേ. ഓക്കെ, പല രീതിയിൽ എഴുതാം കേട്ടോ. ഓക്കെ, ഇത് കംപ്ലീറ്റ് അല്ല കേട്ടോ. സോറി, ഇത് കണ്ടൻസ് ഫോർമുലയാണ്. ഒന്ന് എഴുതി വെച്ചോ. ഇത് മാറിയിട്ടുണ്ട്. കണ്ടൻസ് ഫോർമുല കേട്ടോ. ഓർത്തു. ഇത് കണ്ടൻസ് ഫോർമുലയാണ് കേട്ടോ. കണ്ടൻസ് ഫോർമുല 3 ഉള്ളൂ കേട്ടോ. ഓർത്തുക, വേറെ ഒരെണ്ണം നിങ്ങൾക്ക് ഇല്ല. കണ്ടൻസ് ഫോർമുലയാണ് കേട്ടോ. ഇത് കണ്ടൻസ് ഫോർമുല. ഇത് സ്ട്രക്ചറൽ ഫോർമുല തന്നെയാണ് അവർ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എന്നാണ് ഒറ്റ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടൻസ് ഫോർമുല എന്നൊന്ന് വെട്ടി കറക്റ്റ് ആക്കി എഴുതുക കേട്ടോ. ദെൻ അടുത്താണ് ബോണ്ട് ലൈൻ ഫോർമുല. ബോണ്ട് ലൈൻ ഫോർമുല നെക്സ്റ്റ് ബോണ്ട് ലൈൻ ഫോർമുല. ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഈ ഒരു ഡോട്ട് ഒരു കാർബണും ഹൈഡ്രജനും ആണ്. ഈ ഒരു ഡോട്ട് ദേ ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 2 3 4 5 ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? കണ്ടൻസ് ഫോർമുല കേട്ടോ. ഓക്കെ, ഇത് അടുത്ത ഹെഡിങ് എഴുതുക, കണ്ടൻസ് ഫോർമുല കേട്ടോ. ഓക്കെ, ഏതൊക്കെയായിരുന്നു? സ്ട്രക്ചറൽ ഫോർമുല, കണ്ടൻസ് ഫോർമുല, ബോണ്ട് ലൈൻ ഫോർമുല. ഇതിനെ വേറെ രീതിയിൽ എങ്ങനെയൊക്കെ എഴുതാം? കണ്ടൻസ് ഫോർമുല ഒന്ന് നോക്കിയേ, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ദേ നോക്കി കേട്ടോ. 1 2 3 4 5 ഉണ്ടോ? ഇങ്ങനെ എഴുതാം. ഇതിന്റെ പേരും എന്താണ്? പെന്റെയിൻ ഉണ്ടോ? ഈ ഓരോ ജംഗ്ഷനിലും കാർബണും ഹൈഡ്രജനും ഉണ്ടെന്നാണ് മീനിങ് ചെയ്യേണ്ടത്. 2 3 4 5 ഉണ്ടോ? ഓർത്തോളാം. ഇത് 1 2 3 4 5 കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 6 ആക്ട് മോഷനിൽ എഴുതുന്ന എല്ലാത്തിനെയും വിളിക്കുന്ന പേരാണ് എന്താ? കണ്ടൻസ് ഫോർമുല കേട്ടോ. ഓക്കെ, കണ്ടൻസ് ഫോർമുല. സോറി, ബോണ്ട് ലൈൻ ഫോർമുല മാറിപ്പോയി. സ്ട്രക്ചറൽ ഫോർമുല, കണ്ടൻസ് ഫോർമുല, ബോണ്ട് ലൈൻ കേട്ടോ. ഓക്കെ, ബോണ്ട് ലൈൻ എഴുതിയോ? അടുത്ത എക്സാമ്പിൾ എഴുതുക കേട്ടോ. അടുത്ത എക്സാമ്പിൾ ഹെക്സനാൽ. കേട്ടോ, ഓർത്ത് നോക്കാം. ഹെക്സൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബണാ വരിക? അപ്പൊ സ്ട്രക്ചറൽ ഫോർമുലയാണ് ആദ്യം ഇടുന്നത്. 1 2 3 4 5 6 ഉണ്ടോ? ഓർത്ത് നോക്കാം. 6 കൊടുത്തു. ഇനി എന്ത് ചെയ്യും അല്ലെ? അതിന്റെ സ്ട്രക്ചർ അല്ലേ? സ്ട്രക്ചറൽ ഫോർമുല കൊടുത്തേക്കുന്നത്. ഡബിൾ ബോണ്ടോ H കേട്ടോ. ഓർത്ത് നോക്കാം. സ്ട്രക്ചറൽ ഫോർമുല തന്നെയാണ് അവര് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയും കേട്ടോ. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്. സ്ട്രക്ചറൽ ഫോർമുല ഓർ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല. ഇനി എന്ത് ചെയ്യണം? H വെച്ച് ഫില്ല് ചെയ്യും. H ഇതിന്റെ കണ്ടൻസ് ഫോർമുല എന്തായിരിക്കും? സ്ട്രക്ചറൽ ഫോർമുല, അത് കഴിഞ്ഞാൽ കണ്ടൻസ് ഫോർമുല അല്ലെ? കണ്ടൻസ് ഫോർമുല എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും നമ്മള്? ഇതിനെ തന്നെ അല്ലെ ഇങ്ങനെ എഴുതുന്നതാണ്. CH3 ഹെഡിങ് ആയിട്ട് എഴുതണം കേട്ടോ. ഇത് സ്ട്രക്ചറൽ ഫോർമുല, കണ്ടൻസ് ഫോർമുല,
ദെൻ അടുത്താണ് ബോണ്ട് ലൈൻ ഫോർമുല. 1 2 3 4 5 6. ഇവിടെ CHO. 1 2 3 4 5 6 ഉണ്ടോ? ഇത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അവർ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ചിലപ്പോൾ ഇത് തരും, ഇതിന്റെ ബോണ്ട് ലൈൻ വരക്കാൻ പറയോ, അല്ലെങ്കിൽ ബോണ്ട് ലൈൻ തരുമ്പോൾ നിങ്ങൾക്ക് എന്താന്ന് കണ്ട ഐഡന്റിഫൈ ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം വരാനൊന്നുമില്ല. എക്സാമ്പിൾ ആയിട്ട് ഒരെണ്ണം നിങ്ങൾ ചെയ്യണം കേട്ടോ. പെൻഡൻ 3 ഓൺ, പെൻഡൻ 3 ഓൺ സ്ട്രക്ചറൽ ഫോർമുല വരക്കണം, ഇൻഡിവിജ്വലി കാണിച്ചു തരണം കേട്ടോ. ഓക്കെ, ഓൺലൈനിലുള്ള ആൾക്കാർക്ക് ഞാൻ ഇവിടെ വരച്ചേക്കാം, ബാക്കി ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് എഴുതി കഴിയുമ്പോൾ ഒന്ന് കാണിച്ചു തരാം. പെൻഡൻ 3 ഓൺ, ഓൺ 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 എന്ന് പറഞ്ഞ് കീറ്റോൺ ആണ്. പെൻഡൻ 3 ഓൺ കീറ്റോൺ ആണ് കേട്ടോ. പെൻഡൻ 3 ഓൺ കീറ്റോൺ, പെൻഡൻ 3 ഓൺ എഴുതിയിട്ടൊന്ന് കാണിച്ചു തരണം കേട്ടോ. മുന്നേ ഉണ്ടായില്ലേ, ക്ലാസ്സിൽ ഉണ്ടായില്ല? ഓക്കെ, കുഴപ്പമില്ല. പഴയ വീഡിയോ ഒന്ന് നോക്കണം കേട്ടോ. നമ്മൾ ഇതിന്റെ ഒരു 3 ക്ലാസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്യാപ്പ് വരും കേട്ടോ. ഓക്കെ, പെൻഡൻ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5 കാർബൺ നേരെ വരക്കാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിൽ നമ്പർ ഒന്ന് കൊടുത്ത് ചെറുതായിട്ട് 1 2 3 4 5 അങ്ങനെ. അതെ, യെസ്. ഓക്കെ, ഇതിൽ 3 ഓണെന്നല്ലേ ഇവർ പറഞ്ഞേക്കുന്നത്. തേർഡ് പൊസിഷനിൽ കീറ്റോണിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ട് മുകളിൽ കൊടുത്തു. ഓക്കെ, ഇനി HOH ഫില്ല് ചെയ്യും. ഇതിന് ചുറ്റിനും 4 ബോണ്ട് ഉണ്ടാവും ഓരോ കാർബൺ കേട്ടോ. ഓക്കെ, അങ്ങനെ അങ്ങനെ HOH ഒന്ന് ഫില്ല് ചെയ്തേ. യെസ്, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതിന് റൈറ്റ്. സ്ട്രക്ചർ ഫോർമുല വരക്കുമ്പോൾ അതുപോലെ വരക്കണം കേട്ടോ. ഓക്കെ, ഇതിനവന്മാർ കണ്ടൻസ് ഫോർമുല ആയിട്ട് എടുക്കുകയുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ശരിയാണ് കേട്ടോ. ഓക്കെ, കാർബൺ എത്ര ഉണ്ട്? കാർബൺ എത്ര ഉണ്ട്? 5 അല്ലേ? 5 വരക്കാം കേട്ടോ. ഓക്കെ, 5 വരച്ചിട്ട് അതിൽ തേർഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് കൊടുക്കണം. ഇപ്പൊ എത്ര കാർബൺ വരച്ചു? 1 2 3 4 അല്ലേ ആയിട്ടുള്ളൂ. 5 വരച്ചപ്പുറത്ത് ഓക്കെ, അതിൽ ഇനി നമ്പർ കൊടുത്തേ 1 2 3 നമ്പർ ഞാൻ പറഞ്ഞുതരാം. ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്പർ കൊടുത്തേ 1 2 3 1 2 3 4 5. ഇതിൽ തേർഡിലാണ് ഓൺ വന്നേക്കുന്നത്. അപ്പൊ തേർഡിൽ ഡബിൾ ബോണ്ട് കൊടുക്കുക. അവിടെ ഡബിൾ ബോണ്ട് അയച്ചങ്ങോട്ട് തെറ്റിക്കളഞ്ഞപ്പോ ഇവിടെ തെച്ച്, ഇവിടെ തെച്ച്. ഇനി ഇവിടെ വേണ്ടല്ലോ മോനെ, അവിടെ വേണ്ട കേട്ടോ. ഓക്കെ, ഇനി ഈ ഇവിടെ മുഴുവനും HOH ഫില്ല് ചെയ്യണം കേട്ടോ. ഇവിടെ HOH വേഗം ഫില്ല് ചെയ്യും. H അവിടെ കൊടുക്കണം. H ഈ കാർബൺ സറൗണ്ടിങ് ആയിട്ട് 4 ആണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ? നോക്കി, ഇവിടെ 1, ഇനി എത്ര എണ്ണം ഉണ്ട്? 2. ഇവിടെ എത്ര വരും? അങ്ങനല്ലേ മോനെ, കാർബണിന് ചുറ്റിനെ 4 ബോണ്ടാ വേണ്ട അല്ലേ? ഓക്കെ, ഇപ്പൊ ഇവിടെ എത്ര? ഈ കാർബണിന് ചുറ്റിനും ഇനി എത്ര H കൊടുക്കണം നമുക്ക്? കൊടുത്തു, അത് തന്നെ. ഈ എൻഡിലും കൂടി ഇവിടെയും കൂടി കൊടുക്കുക കേട്ടോ. യെസ്, ശരിയായി കേട്ടോ. ഇനി ഇല്ല, റൈറ്റ്. പെൻഡല്ലേ 1 2 2ലാണ് വരച്ചത്. 2 3 4 4ആയിട്ടുള്ളൂ. അപ്പൊ കറക്റ്റ് ഇവിടെ ഇങ്ങനെ വരച്ചാൽ മതി. റൈറ്റ്, അപ്പൊ കറക്റ്റ് ആവും കേട്ടോ. കറക്റ്റ്. ഇവിടെ ഡബിൾ ബോണ്ടോ മാത്രം കൊടുത്താൽ C കാണിക്കട്ടെ കേട്ടോ. ഇവിടെ കാർബൺ ഉണ്ടെന്നല്ലേ മീനി കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊടുക്കാറ് കേട്ടോ. അത് തന്നെ ഡബിൾ ബോണ്ടോ. ഇവിടെ CO ഒന്ന് കൊടുക്കണ്ട, ഡബിൾ ബോണ്ടോ ഒന്ന് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, റൈറ്റ്. ഡബിൾ ബോണ്ടോ ആയിട്ട് ഇവിടെ താഴെ കൊടുത്താൽ മതി കേട്ടോ. ബാക്കിയൊക്കെ റൈറ്റ്. 1 2 3 4 5 ഓക്കെ, റൈറ്റ്. ബോണ്ട് ലൈൻ റൈറ്റ്. കഴിഞ്ഞോ? റൈറ്റ്, റൈറ്റ് അല്ല, ഡബിൾ ബോണ്ടോ റൈറ്റ് ആണ്.
ഡബിൾ ബോണ്ട് റൈറ്റ് ആണ്. മനസ്സിലായല്ലോ, കുഴപ്പമില്ല കേട്ടോ. ഓ കേട്ടോ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്തു. നമുക്ക് നോക്കാം. പെൻഡൻ 2 ഓൺ അല്ലേ പറഞ്ഞേക്കുന്നത്? പെൻഡൻ 2 ഓൺ, അപ്പോ 3 ഓൺ, സോറി. അപ്പൊ തേർഡ് പൊസിഷനിൽ ഇത് 1 2 3 തേർഡ് പൊസിഷനിൽ എന്ത് വരണം? ഡബിൾ ബോണ്ടോ. ദെൻ ഇവിടെയും അതുപോലെ തന്നെ അല്ലേ? ഓക്കെ, ഈ തേർഡ് പൊസിഷനിൽ നമുക്ക് CO കൊടുക്കാം. CO, ഓക്കെ, CO. ദെൻ ഇവിടെ എന്ത് വരും? തേർഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ടോ ഉണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് വന്നേക്കുന്നത്. മിക്കവരും തന്നെ ശരിയായി. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ഒന്ന് നോക്കുക, ക്ലിയർ ആക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഹെഡിങ്ങിലേക്ക് പോവാം. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക. 3-dimensional representation of organic molecule. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. 3-dimensional representation of organic molecule. 3-dimensional representation of organic molecule. 3-dimensional representation of organic molecule. അവിടെ എഴുതി വെക്കുക വെഡ്ജ് ആൻഡ് ഡാഷ് റെപ്രസെന്റേഷൻ. സ്പെല്ലിംഗ് പറയാം കേട്ടോ. WEDGE, WEDGE, വെഡ്ജ് ആൻഡ് ഡാഷ്, DASH, ഡാഷ് റെപ്രസെന്റേഷൻ. വെഡ്ജ് ആൻഡ് ഡാഷ് റെപ്രസെന്റേഷൻ. അപ്പൊ ഒരു എക്സാമ്പിൾ ആണ്. ആ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് താഴെ എഴുതി വെക്കുക. മീഥെയിൻ, മീഥെയിൻ എക്സാമ്പിൾ മീഥെയിൻ, CH4 ഒരെണ്ണം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണം. CH4, CH4ന്റെ സ്ട്രക്ചറിന്റെ പേരെന്തായിരുന്നു? ടെട്രാഹിഡ്രൽ. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്തായിരിക്കും? ടെട്രാഹിഡ്രൽ. ടെട്രാഹിഡ്രൽ എങ്ങനെയാണ് നമ്മൾ വരക്കാറ് അല്ലെ? നോർമലി നമ്മൾ ഇങ്ങനെയാണ് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ വരക്കാറ് അല്ലെ? ഓക്കെ, ടെട്രാഹൈഡ്രൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് വരക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരക്കുമ്പോൾ അത് 3Dയിലാവില്ല. അപ്പൊ 3Dയിലേക്ക് അവർ കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ സയന്റിസ്റ്റ് പറയാൻ രണ്ട് കാര്യങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്, 3Dയിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ മോളിക്യൂളിനെ അവർ 3Dയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. എവിടെ നോക്കിയോ കേട്ടോ. ഓക്കെ, നേരത്തെ വരച്ച പോലെ തന്നെയാണ് ഞാൻ വരച്ചേക്കുന്നത്, വേറെ ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങളും ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഒന്ന് വരക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഡാർക്ക് ആക്കും അവര്. ഈ ഒരു ഏരിയ ഒരു ഡാർക്ക് ആക്കും. ഇങ്ങനെ ഒന്ന് എടുത്ത് വരച്ചു നോക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയൊക്കെ പറഞ്ഞുതരാം. വേഗം ഒന്ന് വരാം. ഏതാ? ഈ രണ്ടെണ്ണം മാത്രം കേട്ടോ. ഓക്കെ, ഇത് അതുപോലെ തന്നെ വരച്ചു, ഇതും ഇതും കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്താന്ന് പറയാം കേട്ടോ. ഓക്കെ, വേഗം ഒന്ന് വരച്ചു. ഇവിടെ എഴുതി വെക്കുക കേട്ടോ. ഇതിന് നേരെ സോളിഡ് വെഡ്ജ് ഇവിടെ കേട്ടോ, ഒരു ആരോ ഇട്ടിട്ട് സോളിഡ് വെഡ്ജ്, WEDGE, സോളിഡ് വെഡ്ജ്. ഈ ഇങ്ങനെ എഴുതിയേക്കുന്ന ഇതില്ലേ, അതിനെയാണ് വെഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോളിഡ് വെഡ്ജ് ബോണ്ട് ടുവേർഡ്സ് ഒബ്സർവർ, ടുവേർഡ്സ് ഒബ്സർവർ, സോളിഡ് വെഡ്ജ് ടുവേർഡ്സ് ഒബ്സർവർ, സോളിഡ് വെഡ്ജ് ടുവേർഡ്സ് ഒബ്സർവർ. ഇത് കേട്ടോ. ഓക്കെ, ഇവിടെ ഒന്ന് എഴുതി വെച്ചോ. ഡാഷ് വെഡ്ജ്, ഡാഷ്ഡ് വെഡ്ജ്, വെഡ്ജ്, DASHED, ഡാഷ്ഡ് വെഡ്ജ്
away from observer, away from observer, away from observer, away from observer. അപ്പോ ഇവിടെ നോക്കുക, ഇത് കാർബൺ ആണ് അല്ലെ. ഓക്കെ, കാർബൺ ഈ പാം കാർബൺ ആണ്. ഇവിടെ നോക്കിയോ കേട്ടോ, ഇത് എച്ച് ആണ്, ഇത് എച്ച് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. അതില് ഇത് നോക്കിയേ, ഇത് നിങ്ങളുടെ നേരെയാണ് ആക്ച്വലി വന്നേക്കുന്നത് കണ്ടോ. ഓർത്ത് നോക്കുക. അതെ, ഇത് കണ്ടോ, ഈ സോളിഡ് ആയിട്ടുള്ള വെഡ്ജ്. ദെൻ ഈ റെഡിൽ എഴുതിയേക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ബാക്കിലേക്കാണ് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ ഇത് കാണുമ്പോൾ ഇത് നേരെ നിങ്ങളുടെ കണ്ണിന് നേരെ ഇങ്ങനെ വരുന്ന രീതിയിൽ 3D കണ്ടിട്ടില്ലേ, 3D ഫിലിമിലൊക്കെ കാണുന്ന പോലെ നിങ്ങൾ നേരെ ഇങ്ങനെ വരുന്ന രീതിയിലാണ് ആക്ച്വലി വരുന്നത്. ഇത് എങ്ങനെയാ വന്നേക്കുന്നത് ഉണ്ടോ. ഓർത്ത് നോക്കാം. എവേ അല്ലെ, ബാക്കിലേക്കാണ് എന്ന് പറഞ്ഞ ഈ ബോർഡിന്റെ ബാക്കിലേക്കാണ് ആര് പോകുന്നത് അല്ലെ. നമുക്ക് അങ്ങനെ തോന്നല്ലേ, ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്ന പോലെ ഉണ്ടോ. ഓർത്ത് നേരെ ഫ്രണ്ടിലേക്ക് അങ്ങനെ തോന്നണം കേട്ടോ. ഓക്കെ, ആ സയന്റിസ്റ്റ് ഇന്നത്തെ കാലത്ത് 3D ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് എവിടേക്കാ പോയിക്കണേ, ഈ ബോർഡ് ഇങ്ങനെ തുടച്ച് ബാക്കിലേക്ക് പോയേക്കുന്നു കണ്ടോ. ഓർത്ത് നോക്കാം. ദെൻ ഇത് നിങ്ങളുടെ കണ്ണിന് നേരെ വരുന്നു അല്ലെ. ഓക്കെ, ഇങ്ങനെ കണ്ണിൽ മുട്ടും അടുത്ത് വന്ന കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിൽ കരുതണം. അതാണ് ഈ സയന്റിസ്റ്റ് വന്നേക്കുന്നത്. ഇത് പഠിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കണ്ടത് 3D റെപ്രസെന്റേഷൻ. അപ്പൊ ബുക്കുകളിൽ ഇനി നിങ്ങൾ അടുത്ത വർഷം ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒക്കെ ബുക്ക് ഉണ്ടാവും. ആ ബുക്കുകളിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്തിലാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്, 3D. അതിൽ ആ ഹാർഡ് ലൈൻ എന്ന് പറയുന്നത് എവിടേക്ക് വരുന്നു അല്ലെ, നമ്മുടെ ബുക്കിൽ നിന്ന് നമ്മുടെ കണ്ണിന് നേരെ വരുന്ന രീതിയിലും ആ ഇതെന്താ ഡാഷ് വെഡ്ജ് അല്ലെ, അത് ബാക്കിലേക്ക് പോകുന്നു. അങ്ങനെ അറിഞ്ഞു വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ 3D റെപ്രസെന്റേഷൻ എന്നാണ്. ഇതെന്തായിരിക്കും, സെയിം പ്ലെയിൻ കണ്ടോ. ഇത് സെയിം പ്ലെയിൻ ആണ് ആക്ച്വലി, ബോർഡിന്റെ സെയിം പ്ലെയിനിലാണ് ഇത് വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ്ങിലേക്ക് വരാം. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. നെക്സ്റ്റ് ഹെഡിങ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. Classification of organic compound. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ആദ്യത്തെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ചെയിൻ ആൻഡ് ക്ലോസ് ചെയിൻ കേട്ടോ. ഓക്കെ, ഓപ്പൺ ചെയിൻ ആൻഡ് ക്ലോസ് ചെയിൻ. ഓപ്പൺ ചെയിൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും, മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ, പെന്റേൻ അങ്ങനെയൊക്കെ വരുന്നതെല്ലാം എന്താണ്, ഓപ്പൺ ചെയിൻ അല്ലെ. എത്തനാൽ, പെന്റനാൽ അങ്ങനെയൊക്കെ പറയും. ക്ലോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സൈക്ലിക് ആയിട്ട് വരുന്നു. അതിൽ തന്നെ എന്ത് വരുന്നുണ്ട്, വേറെ കാറ്റഗറൈസേഷൻ ഉണ്ട്. ബെൻസിനോയിഡ്, ആരോമാറ്റിക് കേട്ടോ. ഓർത്ത് നോക്കുക. അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് ഒരു ഫ്ലോ ചാർട്ട് പോലെ കറക്റ്റ് ആയിട്ടൊക്കെ ഒന്ന് എഴുതി വെക്കാം. ഓർഗാനിക് കോമ്പൗണ്ട് കേട്ടോ. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ട്. ഇപ്പൊ എഴുതണ്ട, ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം വന്നാൽ മതി. ആദ്യത്തെ എന്തായിരിക്കും, ഓപ്പൺ ചെയിൻ, മറ്റെന്തായിരിക്കും, ക്ലോസ് ചെയിൻ അല്ലെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം ഓപ്പൺ ചെയിൻ, ക്ലോസ് ചെയിൻ. ദെൻ ഈ ഓപ്പൺ ചെയിനിൽ പിന്നീട് വേറെ അധികം ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല, അവിടെ അവസാനിക്കുകയാണ് ഓപ്പൺ ചെയിൻ. ഓപ്പൺ ചെയിനിൽ വേറെ ഒന്നുമില്ല വരുന്നത്. ക്ലോസ് ചെയിനിലാണ് വീണ്ടും 2 ആയിട്ട് വരുന്നുണ്ട്, ആലിസൈക്ലിക് ആൻഡ് ആരോമാറ്റിക് കോമ്പൗണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ തൊട്ട് വീണ്ടും ഡിവിഷൻ വരികയാണ് ആക്ച്വലി ക്ലോസ് ചെയിനില്. ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അടുത്തൊരു ഏരിയയിൽ വരുന്നത്. ദെൻ ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക്. ആലിഫാറ്റിക് എന്ന് പറയുന്ന സമയത്ത് എന്തായിരുന്നു ആക്ച്വലി ആരോമാറ്റിക്. ആരോമാറ്റിക് എന്ന് പറയുന്നത് എന്താ, നോർമലി ബെൻസീൻ വരുന്ന കോമ്പൗണ്ടുകളാണ് എന്ത് വരുന്നത്, ആരോമാറ്റിക്. ബെൻസീൻ ഓർമ്മയുണ്ടോ, കഴിഞ്ഞ വർഷം C6H6 അല്ലെ. ഓർത്ത് നോക്കുക, C6H6 എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത്. ഒന്ന് എഴുതി തുടങ്ങി കേട്ടോ. ഓർഗാനിക് കോമ്പൗണ്ട് മെയിൻ ആയിട്ട് ഇവിടെ അധികം വേണ്ട കേട്ടോ. ഓർത്ത് ഇവിടെ നിന്ന് ഇനി വീണ്ടും വീണ്ടും ക്ലാസിഫിക്കേഷൻ ഒക്കെ പോകും.
ഏകദേശം ഒന്ന് പറഞ്ഞാൽ മതി, വേണ്ട. ഇതിലെല്ലാത്തിനും അനദർ നെയിം ഉണ്ട്, അവിടെയാണ് നമുക്ക് വരുന്നത്. ഹെട്രോസൈക്ലിക് തന്നെയാണ്. നോൺ ബെൻസീനോയിഡ് ലാസ്റ്റത്ത് വരുന്നത് ഹെട്രോസൈക്ലിക് ആരോമാറ്റിക്. ഹെട്രോസൈക്ലിക് ആരോമാറ്റിക്. നോൺ ബെൻസിനോയിഡ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചോദിക്കുന്നത് ഒന്ന് എ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിട്ട് ഇടുന്നത് ഇതാണ് ആലിസൈക്ലിക്. ദെൻ ബി എന്ന് പറയുന്നത് ആരോമാറ്റിക് ആണ്. ആരോമാറ്റിക്കിലല്ല, എയും ബിയും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഈ ഇതിൽ ഏരിയയിൽ തരും. അതിൽ ഏറ്റവും പ്രശ്നം എന്താ വെച്ചാൽ ഈ ബി ആരോമാറ്റിക്കിൽ ബെൻസിനോയിഡ്, നോൺ ബെൻസിനോയിഡ് ആൻഡ് ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ട്, ഇതിലെല്ലാം ഓരോ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആയിട്ട് പോകും കേട്ടോ. ഓക്കെ, ചോദിച്ചു. ഓക്കെ, ദെൻ ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഓർഗാനിക്കില് ഓപ്പൺ ചെയിൻ, ക്ലോസ് ചെയിൻ. ഓപ്പൺ ചെയിൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? മീഥേൻ, ഈഥേൻ, എത്തനാൽ, പ്രൊപ്പനാൽ, ബ്യൂട്ടനാൽ അങ്ങനെയുള്ള എല്ലാം വരും. ദെൻ ക്ലോസ് ചെയിൻ എന്ന് പറയുന്ന സമയത്ത് ആലിസൈക്ലിക് ക്ലോസ് ചെയിൻ എങ്ങനെ വരും? സൈക്ലോപെന്റെയിൻ, സൈക്ലോബ്യൂട്ടൈൻ, അതെല്ലാം എന്താ എവിടെ വരിക? ആലിസൈക്ലിക്കിലാണ് വരിക അല്ലെ. ഓക്കെ, അപ്പൊ അടുത്ത ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. ആലിസൈക്ലിക് കോമ്പൗണ്ട്, ആലിസൈക്ലിക് കോമ്പൗണ്ട്, ആലിസൈക്ലിക് കോമ്പൗണ്ട്, ആലിസൈക്ലിക് കോമ്പൗണ്ട്. എഴുതി വെച്ചു. ആലിസൈക്ലിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് കാർബൺ ആറ്റം, ആലിസൈക്ലിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ്, ആലിസൈക്ലിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് carbon atom join in the form of ring, join in the form of ring. Compound contain, alicyclic compounds contain carbon atom join in the form of ring, join in the form of ring. Join in the form of ring. Ring പോലെ വരണം കേട്ടോ. ഓക്കെ, ദെൻ എക്സാമ്പിൾ എഴുതി വെക്കുക. എക്സാമ്പിൾ ആലിസൈക്ലിക്കിന് എക്സാമ്പിൾ ആണ്, ജനറൽ ആണ്. നിങ്ങൾക്ക് ഇതിൽ രണ്ട് കാറ്റഗറൈസേഷൻ ഒന്നുമില്ല. ഇതിന്റെ പേരെന്താ? 1, 2, 3. അപ്പൊ എന്തായിരിക്കും? സൈക്ലോപ്രൊപ്പെയിൻ, സൈക്ലോപ്രൊപ്പെയിൻ. ഇതിന്റെ പേരെന്താ? സൈക്ലോബ്യൂട്ടൈൻ കേട്ടോ. വേഗം എടുത്തെഴുതാം. എക്സാമ്പിൾ സൈക്ലോപ്രൊപ്പെയിൻ, സൈക്ലോബ്യൂട്ടൈൻ, പിന്നെന്തായിരിക്കും? സൈക്ലോപെന്റെയിൻ, സൈക്ലോപെന്റെയിൻ,
സൈക്ലോപ്രൊപ്പെയിൻ, സൈക്ലോബ്യൂട്ടൈൻ, സൈക്ലോപെന്റെയിൻ. ദെൻ ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വന്ന എന്തായിരിക്കും? സൈക്ലോപെന്റീൻ. അതും കൂടി എഴുതി വെച്ചു കേട്ടോ. സൈക്ലോപെന്റീൻ, എനി മാറ്റിയിട്ട് എന്താവും? സൈക്ലോപെന്റീൻ, സൈക്ലോപെന്റീൻ. ഈ പറഞ്ഞതെല്ലാം ഹോമോസൈക്ലിക് ആണ്. ഇപ്പൊ എത്ര എഴുതിയത് എന്തായിരുന്നു? എവിടെയാണ് എഴുതിയത്? ഹോമോസൈക്ലിക്. ഹോമോസൈക്ലിക്കിലെല്ലാം എന്തായിരുന്നു? കാർബൺ അല്ലേ? ഈ റിംഗിൽ മുഴുവൻ ആരാ കിടക്കുന്നത്? കാർബൺ. ഹെട്രോസൈക്ലിക് വരുന്ന സമയത്ത് ദാ ഇവിടെ ഇതിങ്ങനെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഹെട്രോസൈക്ലിക് കേട്ടോ. ഓക്കെ. അപ്പോ ആലിസൈക്ലിക്കിൽ തന്നെ ഹെട്രോസൈക്ലിക് ആണ് എഴുതി വെക്കുക. അതിന്റെ പേര് ടെട്രാഹൈഡ്രോഫ്യൂറാൻ. ടെട്രാഹൈഡ്രോഫ്യൂറാൻ ഇതിന്റെ പേരാണ് കേട്ടോ. ടെട്രാഹൈഡ്രോഫ്യൂറാൻ, അല്ലെങ്കിൽ ഫ്യൂറാൻ എന്ന് മാത്രം എഴുതിയാലും മതി. FURAN, ഫ്യൂറാൻ. ടെട്രാഹൈഡ്രോഫ്യൂറാൻ. FURAN എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. ഫ്യൂറാൻ അതൊരു കോമൺ നെയിമും ഒക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. ടെട്രാഹൈഡ്രോഫ്യൂറാൻ. ഓക്കെ. ഇത് എന്തിന്റെ എക്സാമ്പിളാ? ഹെട്രോസൈക്ലിക്. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. മൾട്ടിപ്പിൾ ചോയ്സിൽ ഉണ്ടാവും അവര്. മൾട്ടിപ്പിൾ ചോയ്സിൽ അവർ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഓർഗാനിക് കോമ്പൗണ്ട്, എക്സാമ്പിൾ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, ഹെട്രോസൈക്ലിക്, ആലിസൈക്ലിക് കോമ്പൗണ്ട് കേട്ടോ. ഓർത്തുക, അങ്ങനെ ചോദിക്കും. അപ്പോ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഈ 4 ഉണ്ടാവും. 1 2 3 4 ഉണ്ടോ? ഓക്കെ. അപ്പോ എന്താ വ്യത്യാസം എന്ന് മനസ്സിലായോ? കാർബണിന് പകരം ഇവിടെ ആരാ ഉള്ളേ? ഓക്സിജൻ. സൈക്ലിക്കിന്റെ ഇടയിൽ ഓക്സിജൻ ഒക്കെ വന്നാ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെട്രോസൈക്ലിക്. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം: ആരോമാറ്റിക് കോമ്പൗണ്ട്. നെക്സ്റ്റ് ഹെഡിങ് ആരോമാറ്റിക്. ഇതാണ് ആരോമാറ്റിക്. ആരോമാറ്റിക് കോമ്പൗണ്ട്. ആരോമാറ്റിക് കോമ്പൗണ്ട്. ആരോമാറ്റിക് കോമ്പൗണ്ട്. താഴെ എഴുതി വെക്കുക ബെൻസിനോയിഡ് കേട്ടോ. ആരോമാറ്റിക്കൽ എക്സാമ്പിൾ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ബെൻസിനോയിഡ്. ബെൻസിനോയിഡിന്റെ മീനിങ് എന്താ? ബെൻസീൻ എന്തായിരുന്നു? C6H6 അല്ലെ? ഓക്കെ. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബെൻസിനോയിഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ ഇതാണ് ബെൻസീൻ. അപ്പൊ ബെൻസീൻ എന്ന് പറഞ്ഞാൽ ബെൻസിനോയിഡ് ആണ് അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് വരും. ബെൻസിനോയിഡ്, ബെൻസീൻ ആണ്. ഇനി ഇവിടെ കുറച്ച് കൂടുതൽ എക്സാമ്പിൾ എഴുതാം. ബെൻസിനോയിഡിൽ ആരൊക്കെ വരും നോക്കാം നമുക്ക്. ഇവിടെ ഒരു OH വന്ന ഇതിന്റെ പേരെന്താ? ഫിനോൾ കേട്ടോ. ഓർത്ത് നോക്കാം. ഫിനോൾ ബെൻസിനോയിഡിൽ കേട്ടോ. ഓക്കെ. ഇതിന്റെ പേര് എഴുതണം കേട്ടോ. ഇത് ബെൻസീൻ, പിന്നെന്തായിരുന്നു? ഫിനോൾ. ഫിനോൾ എന്ന് എഴുതിയോ? OH ഫിനോൾ. ബെൻസീനിന്റെ മുകളിൽ OH എഴുതി കഴിഞ്ഞാൽ പേരെന്താ? ഫിനോൾ കേട്ടോ. ഫിനോൾ. ഇവിടെ NH2 എഴുതിയേ. അനലിൻ. അനലിൻ. ANILINE. അനലിൻ. കുറെ ഉണ്ട് പഠിക്കാനുണ്ട്, കാണാതെ പഠിക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ. അനലിൻ. ANILINE. അനലിൻ. അനലിൻ കേട്ടോ. എഴുതിയോ? അടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫിനോൾ, അനലിൻ. ഇവിടെ നോക്കി കേട്ടോ. OCH3. നിങ്ങൾക്കറിയാലോ ഈ ഡബിൾ ബോണ്ടിന് പകരം ഇങ്ങനെ റൗണ്ട് എഴുതി കഴിഞ്ഞാലും റൈറ്റ് ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. റെസൊണൻസ് കാരണം കണ്ടോ, ഈ ഡബിൾ ബോണ്ട് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഫാൻ കറങ്ങുമ്പോൾ എങ്ങനെയാ നിങ്ങൾ കാണുന്നത്? ലീഫാണോ കാണുന്നത്? അല്ലേ? അപ്പൊ അതുപോലെ ഇങ്ങനെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റൗണ്ട് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. അതിനെയാണ് റെസൊണൻസ് എന്ന് വിളിക്കുന്നത്. OCH3 ഇങ്ങനെ എഴുതണം. OCH3. അതിന്റെ പേര് അനിസോൾ. അനിസോൾ. ഓക്കെ. അനിസോൾ. ANISOLE. അനിസോൾ. എഴുതിയോ? അനിസോൾ. ഇതുപോലെ തന്നെ വരക്കണം കേട്ടോ. ഡബിൾ ബോണ്ട് കറക്റ്റ് ആയിട്ട് ഇതിനെ വരക്കണം. ഒന്ന് എടുത്ത് വരക്കാം. നാഫ്തലീൻ. നാഫ്തലീൻ.
നാഫ്തലീൻ. നാഫ്തലീൻ കേട്ടിട്ടില്ലേ? നാഫ്തലീൻ പാറ്റാഗുളിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വൈറ്റ് കളറിൽ അല്ലേ? ഓക്കെ, നാഫ്തലീൻ. NaPH സ്പെല്ലിംഗ് എഴുതി വെച്ചു കേട്ടോ. NaPHTHALENE നാഫ്തലീൻ. NaPHTHALENE നാഫ്തലീൻ കേട്ടോ. പിക്ക് പ്രൊണൗൺസിയേഷൻ ഇല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. താലിൻ എന്നുള്ളതിന് PH പ്രൊണൗൺസിയേഷൻ കൊടുക്കില്ല കേട്ടോ. ഓക്കെ, നാഫ്തലീൻ. നാഫ്തലീൻ കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഇവിടെ ഒരു ബെൻസീനും കൂടി വന്ന കോമ്പൗണ്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ട് ആന്ത്രസീൻ കേട്ടോ. ഓക്കെ, ആന്ത്രസീൻ അങ്ങനെയൊക്കെ വരുന്ന കോമ്പൗണ്ടുകൾ ഉണ്ട്. ക്ലിയർ ചെയ്ത് ഓർത്ത് നോക്കാം. ഈ അടുത്തിടെ നിങ്ങൾ കേട്ട് കാണോ അല്ലെ, ഒരു ടെററിസ്റ്റ് അറ്റാക്ക് അല്ലെ? ഓക്കെ, അപ്പോ ഒരു മോളിക്യൂളിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നിങ്ങൾ ആരും ശ്രദ്ധിച്ചോ? വേണ്ട, കുഴപ്പമില്ല. അവര് ചെയ്ത എന്താന്ന് മനസ്സിലായല്ലോ. കുറെ സ്ഫോടക വസ്തുക്കളെ വെച്ചു. അതിനു മുമ്പ് അല്ലെ അവര് വേറൊരു അറ്റാക്കിന് അവർ പ്ലാൻ ചെയ്തു. ഡോക്ടേഴ്സ് ആയിരുന്നു അല്ലെ? നിങ്ങൾ കേട്ടില്ലേ ന്യൂസ്? അപ്പൊ അവര് ആരെ പറഞ്ഞ അല്ലെ കേട്ടോ. അപ്പൊ ഒരു മോളിക്യൂൾ ഉണ്ടായിരുന്നു. എന്താ അതിനെ കുറിച്ച് അധികം പറയുന്നില്ല. റെസിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ആണ് അല്ലെ? അത് ഒരു എന്താണ് അത് ശരിക്കും അതിന്റെ ഒരു ലെങ്ത് ഉണ്ട് ആക്ച്വലി വരുന്ന സമയത്ത്. വേറൊരു സാധനം ഉണ്ട്, റെസിൻ വേറെ ഉണ്ട്. അത് നമ്മുടെ ബാഗിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം. സ്പെല്ലിംഗ് ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ സംഭവം എന്താണ്, നമ്മുടെ ഇതിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഏതാണ് ചെറിയ ഇതായിട്ടുള്ള സീഡ്സ് എന്നൊക്കെ, പല ടൈപ്പ് സീഡ്സ് എന്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമല്ലോ, അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ആ കെമിക്കല് നോർമലി എന്താണ്, അതിന് ടേസ്റ്റ് ഇല്ല, സ്മെല്ലില്ല. അപ്പോൾ നിങ്ങളുടെ വാട്ടർ ടാങ്കിലൊക്കെ അല്ലെങ്കിൽ വലിയ ഒരു ഏരിയയിൽ വാട്ടർ റിസോഴ്സിൽ കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി എന്ത് ചെയ്യും, 1 വീക്ക് കൊണ്ട് എന്ത് ചെയ്യും, കിഡ്നി അടിച്ചു പോവും. ആള് ഹാർട്ട് കംപ്ലൈന്റ് ആവും, മരിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അറിയാൻ പോലും പറ്റില്ല അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ. ഭയങ്കര വലിയൊരു ഇതാണ് ആക്ച്വലി. വളരെ കുറച്ച് എമൗണ്ട് മതി, ഭയങ്കര ഡേഞ്ചറസ് ആണ് ആക്ച്വലി. നമുക്കറിയാലോ ബയോ വെപ്പൺ എന്ന് പറയുന്ന വലിയൊരു കാറ്റഗറൈസേഷൻ ഉണ്ട്. ബയോ വെപ്പൺ വേൾഡിൽ അല്ലെ WHO പറഞ്ഞിട്ട് ബാൻ ചെയ്തേക്കുന്നതാണ് ആക്ച്വലി. കാരണം മരിക്കുന്നതോ ഇതൊന്നും അറിയില്ല. ഭയങ്കര വൈഡ് റേഞ്ച് ഓഫ് ഡെത്ത് വരാൻ ചാൻസ് ഉള്ള ഒരു ഇതായിരുന്നു കേട്ടോ. ദൈവം സഹായിച്ചതൊക്കെ മാറ്റി കിട്ടി കേട്ടോ. ഓക്കെ, പക്ഷെ അതിലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് സീഡ്സിൽ വരുന്നതാണ്. ചില സീഡ്സുകൾ നിങ്ങൾക്ക് അറിയാലോ, ആപ്പിളിന്റെ കുരു, അതില് ഒരു സംഭവം ഉണ്ട് അല്ലേ? ഓക്കെ, അത് കഴിക്കാൻ പാടില്ല, ഡേഞ്ചറസ് ആണ്. കുറെ സീഡ്സ് ഉണ്ട് അങ്ങനെ കേട്ടോ, ഓർത്ത് നോക്കുക. കുറെ സീഡ്സുകളിൽ ചില കണ്ടന്റ് ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോട്ടീൻ പൗഡറുകളിൽ തന്നെ ഇന്ത്യയിലൊക്കെ ഇറങ്ങുന്ന ചിലതിൽ അവര് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ എന്തുവരും, കറക്റ്റായിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ വേ പ്രോട്ടീൻ അങ്ങനെ പറയുന്ന കാറ്റഗറൈസേഷൻ ഒക്കെ ഉണ്ട്. എന്ത് പറ്റി? ഓക്കെ, അപ്പോൾ അതില് ചിലതില് എന്ത് ചെയ്യും, ഈ സീഡ്സിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇതല്ല വേറെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അത് വന്നാൽ ഡേഞ്ചറസ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് ബെൻസിനോയിഡ് ആരോമാറ്റിക് കോമ്പൗണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ഞാനേ അത് പറയാൻ കാരണം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ തന്നെ ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട് കണ്ടോ. ഇത് കണ്ടോ, ഇവിടെ ഈ ചാപ്റ്ററെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഏറ്റവും ലാസ്റ്റ് പേജില്, നിങ്ങൾക്ക് സ്കൂളിലൊന്നും അധികം എടുക്കില്ല, ഇവിടെ അത് പറയേണ്ട ആവശ്യമില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഇവിടെ ഒരു സംഭവം, ഇതാണ് ക്യാൻസറസ് ആയിട്ട് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ എന്താ പറയുക, ഈ മോളിക്യൂള് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബോഡിയിൽ ഒരു പ്രാവശ്യം വന്നാൽ പോലും അത് ഡയറക്റ്റ് ആയിട്ട് ക്യാൻസറിലേക്ക് വരാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെയാണ് ഇന്ത്യ പോലുള്ള സ്ഥലത്ത് വരുന്നത്. നമ്മൾ ഫുഡ് ചെക്ക് ചെയ്യാനായിട്ടുള്ള യാതൊരു രീതിയില്ല കേട്ടോ, ഓർത്ത് നോക്കാം. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പഴംപൊരി, അതിൽ കൊടുക്കുന്ന ആ നല്ല യെല്ലോ കളറുള്ള പഴംപൊരി കണ്ടു കഴിഞ്ഞാൽ കഴിക്കരുത് കേട്ടോ, ഓർത്ത് നോക്കുക. നിങ്ങൾ വീട്ടിൽ മറ്റേ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒരു പഴംപൊരി എന്ന് പറഞ്ഞാൽ ബനാന ഫ്രൈ അറിയാലോ, കഴിച്ചു നോക്കുക. അതിന് എത്ര യെല്ലോ കളർ വരും, നല്ല അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് കണ്ടാൽ കൊതി തോന്നുമെന്ന് പറയുന്ന എൻ്റെ മോന് ഏറ്റവും ഇഷ്ടം ഇതാണ്, ഈ ബനാന ഫ്രൈ ആണ്. അപ്പൊ ഞാൻ വാങ്ങിച്ചോട് വരുന്നത്, നമ്മൾ കുഴപ്പമില്ല,
പക്ഷെ നമുക്ക് കാണുമ്പോൾ ഈ യെല്ലോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷനാണ്. പക്ഷെ അതിന്റെ മെയിൻ പ്രശ്നം ഇതുപോലെയുള്ള കെമിക്കൽ വരും കേട്ടോ. ഓർത്തോ ഈ കെമിക്കൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം എൻ്റെ വീട്ടിൽ പോയിട്ട് കേട്ടോ. കാരണം ഇത് ഡയറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ മോളിക്യൂൾസുകൾ ഡയറക്റ്റ് ആയിട്ട് കേട്ടോ. അപ്പൊ ഏതെല്ലാം കെമിക്കൽസ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് ഹെഡിങ് എഴുതി കേട്ടോ. നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്. അല്ല കെമിക്കലാണ്. അത്രയും നല്ല യെല്ലോ കളർ വരുന്നത്. മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു യെല്ലോ കളറിന് ഒരു പരിധിയുണ്ട് അതിൽ റോസ്റ്റഡ് ആവുമ്പോൾ കേട്ടോ. മറ്റേ ഏതാ കെമിക്കൽ ഉണ്ടെങ്കിൽ ഇഷ്ടികപ്പൊടിയൊക്കെ നല്ലതല്ലേ, കുഴപ്പമില്ല കേട്ടോ. അതല്ല, വലിയ കെമിക്കലൊക്കെ ചേർക്കുമ്പോഴാണ് ഇഷ്ടിക കേട്ടോ. നോൺ ബെൻസിനോയിഡ് കേട്ടോ. നോൺ ബെൻസിനോയിഡ് ട്രോപ്പോൺ. എക്സാമ്പിൾ ട്രോപ്പോൺ. കാണാതെ പഠിക്കണം കേട്ടോ. ട്രോപ്പോൺ, TROPONE, ട്രോപ്പോൺ കേട്ടോ. നോൺ ബെൻസിനോയിഡില് ട്രോപ്പോൺ എന്ന് പറയുന്ന മോളിക്യൂൾ ആണ് കേട്ടോ. നോൺ ബെൻസിനോയിഡ്. ബെൻസിനോയിഡിൽ കുറെ എക്സാമ്പിൾ എഴുതി. നോൺ ബെൻസിനോയിഡിൽ ട്രോപ്പോൺ പേര് എഴുതി വെക്കുക. TROPONE, ട്രോപ്പോൺ. അതൊരു ഹെക്സർ അല്ലോ, ഹെക്സ് അല്ല, ഹെപ്റ്റ് ആണ് വരുന്നത്. ഹെപ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാ? 7 കേട്ടോ. ഓർത്ത് നോക്കുക. 7 ആംഗിൾ വരും. ഹെപ്റ്റ് കേട്ടോ. ഓർത്ത് നോക്കുക. ട്രോപ്പോണിന്റെ സ്ട്രക്ചർ വരക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. 7 വരണം. ഇത് 1 2 3 4 5 4 5 6. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? 8 ആയി അല്ലേ? ഓക്കെ. ഇങ്ങനെ ജോയിൻ ചെയ്താൽ പോരെ? ഓക്കെ. അതെ. 1 2 3 4 5 6 7. കറക്റ്റ്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡബിൾ ബോണ്ട് തന്നെ ഇവിടെ കൊടുക്കാൻ പാടില്ല കേട്ടോ. ഓർത്ത് നോക്കാം. ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡബിൾ ബോണ്ടും വരണം. 1 2 3. ഇത് നേരെയാണ് കേട്ടോ. ഓർത്ത് നോക്കുക. അതാണ് പ്രശ്നം. One 2 3 4 5 6 7. ട്രോപ്പോൺ കേട്ടോ. ഇപ്പൊ എക്സാമ്പിൾ ഏതിനായിരുന്നു? നോൺ ബെൻസിനോയിഡ്. അടുത്ത ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ട്. ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ട്. ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ട്. ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ട്. അടുത്ത ഹെഡിങ് കേട്ടോ. അതിൽ പിരിഡിൻ ആണ് ഫസ്റ്റ് വരുന്നത്. പിരിഡിൻ. എക്സാമ്പിൾ PYRIDIN, പിരിഡിൻ. പിരിഡിൻ. പിരിഡിൻ വരക്കുമ്പോൾ ബെൻസീൻ വരക്കുന്ന പോലെ തന്നെ വരക്കുക. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഒരു N വരും, നൈട്രജൻ. ഓർത്ത് നോക്കുക. ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് ഒക്കെ കൊടുക്കുക. ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് ഒക്കെ അതുപോലെ തന്നെ കൊടുക്കുക കേട്ടോ. പിരിഡിൻ. PYRIDIN, പിരിഡിൻ. PYRIDIN, പിരിഡിൻ. അതാണ് എക്സാമ്പിൾ കേട്ടോ. പിരിഡിൻ. ഓരോ എക്സാമ്പിൾസും N ഇടയ്ക്കാണ് കേട്ടോ. ശ്രദ്ധിക്കുക. ഇതിന്റെ ഇടയിൽ തന്നെ വരക്കണം കേട്ടോ. താഴേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോകും. ഇത് ബെൻസീനിന്റെ ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ വരണം കേട്ടോ. ഓക്കെ. ഇതില് നമ്മൾക്ക് കൂടുതൽ പഠിക്കാനായിട്ടുള്ളത്
ഇത് മുഴുവൻ നന്നായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഓർത്തോ, ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബാക്കിയൊക്കെ ഓരോ എക്സാമ്പിൾ വെച്ച് നമുക്കൊന്ന് ഓർത്തിരിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. എന്താണ് ആ സ്ട്രക്ചർ എന്നുള്ളത് അറിഞ്ഞു വെക്കണം. അപ്പോ ഒന്ന് ഓർത്തു വെക്കാം ഇല്ലേ, ഈ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയിൻ ആൻഡ് ക്ലോസ് ചെയിൻ ഓർത്തു വെക്കാനായിട്ട് എളുപ്പമാണ്. അതിൽ തന്നെ എന്താണ് ഓപ്പൺ ചെയിൻ അല്ലെ. ഓക്കെ, ഓപ്പൺ ചെയിനിൽ സൈക്ലിക് കോമ്പൗണ്ട് അങ്ങനെ വെറുതെ ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾ മെയിൻ ആയിട്ട് ഈ ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആരോമാറ്റിക് അല്ലെ, ആരോമാറ്റിക്കില് ബെൻസിനോയിഡിന്റെ അണ്ടറിലുള്ളത് നല്ല ക്ലിയർ ആക്കി വെക്കാം. പിന്നെ എന്തായിരുന്നു ആക്ച്വലി നോൺ ബെൻസിനോയിഡ്, ബെൻസീനിന്ന് അല്ലാതെ ഒറിജിനേറ്റ് ചെയ്യുന്ന ടൈപ്പ്. അതുകൊണ്ടാണ് 6 ഒക്കെ മാറ്റി ക്ലിയർ ആയിട്ട് വരുന്നത്. ദെൻ ഈ ബെൻസീനി തന്നെ കട്ടാക്കിയിട്ട് ഇടുന്ന ടൈപ്പ് ആയിട്ട് വരുന്നതാണ് ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് പീരിയഡിൻ. ഓരോ എക്സാമ്പിൾസ് ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കണം, ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് മെയിൻ ആയിട്ട് 11th and 12th പഠിക്കാനുള്ള ഇതൊന്നും പഠിക്കാനില്ല. ഈ ഒരു ഏരിയ ഇത് ഡീറ്റെയിൽ ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ കണ്ടമാനം മോളിക്കൂൾ ഉണ്ട്, അത് കുറെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഹെഡിങ് അടുത്തത് നോമൻക്ലേച്ചർ ആണ്. നോമൻക്ലേച്ചർ നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെ. ഓക്കെ, നോമൻക്ലേച്ചർ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ, എന്തൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്? ആദ്യം മുതൽ ഒന്ന് പറഞ്ഞു നോക്കിയാൽ പേരുകൾ. ആൽക്കെയിൻ, ഒരുമിച്ച് പറയണം കേട്ടോ. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, ഹാലജൻ, ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, ഈതർ, എസ്റ്റർ, അമീൻ, അമൈഡ്, നൈട്രൈൽ, അസൈൽ, നൈട്രോ കോമ്പൗണ്ട്. ക്ലിയർ അല്ലേ? Then we will start ചെയ്തു. അമീൻ, സോറി ആദ്യം മുതൽ. ആൽക്കീൻ, alcohol, aldehyde, ketone, carboxylic acid, ether, ester, amine, amide, nitrile, acyl halide, nitrocompound. Alkane, alkene, alkyne, halogen, alcohol, aldehyde, ketone, carboxylic acid, ester, ether, amine, amide, nitrile, acyl, നൈട്രോ കോമ്പൗണ്ട് കേട്ടോ. ഓക്കെ, പറഞ്ഞു. കീറ്റോൺ, മൈഡ്, നൈട്രൈൽ, നൈട്രോ കോമ്പൗണ്ട്, ആൽക്കൈൻ, അടുത്ത നമ്പർ ടോൺ, നൈട്രൈൽ, നൈട്രോ കോമ്പൗണ്ട് കേട്ടോ. ഓക്കെ, ഒന്ന് ഒരു മിനിറ്റ്, കുറച്ച് കഴിയുമ്പോൾ വരാം കേട്ടോ. അടുത്ത ഹെഡിങ്ങിലേക്ക് പോവാണ്. ഐസോമെറിസം. നെക്സ്റ്റ് ഹെഡിങ് ഐസോമെറിസം. ഐസോമെറിസം 10th പഠിച്ചതാണ്, ഡീറ്റെയിൽ ആണ് കേട്ടോ. ഐസോമെറിസം നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. ഐസോമെറിസം. ഐസോമെറിസം ഐസോമെറിസത്തിന്റെ ഡെഫിനിഷൻ അല്ലെ 10th പഠിച്ച അതേ ഡെഫിനിഷൻ തന്നെയാണ്. When two or more compound having the same molecular formula but different structure ആണ് സ്ട്രക്ചറൽ ഐസോമെറിസം ആണ്. ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് എന്തായിരുന്നു? ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. അപ്പൊ നിങ്ങൾ പഠിച്ചേക്കുന്ന സ്ട്രക്ചർ എന്നാണ് 10th എഴുതി വെച്ചേക്കുന്നത് നിങ്ങളുടെ ബുക്കിൽ. ആ സ്ട്രക്ചറൽ ഐസോമെറിസത്തിന് ഉദ്ദേശിച്ചിട്ടാണ്. ഇവിടെ നിങ്ങൾ പേടിക്കേണ്ട കുറേ ഉണ്ട്. സ്ട്രക്ചറൽ ഐസോമെറിസം, സ്റ്റീരിയോ ഐസോമെറിസം, ഇനി സ്ട്രക്ചറൽ ഐസോമെറിസം തന്നെ ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമെറിസം, മെറ്റാമെറിസം. ദെൻ നെക്സ്റ്റ് ജോമെട്രിക്കൽ ഐസോമെറിസം ആൻഡ് സ്റ്റീരിയോ ഐസോമെറിസത്തിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ജോമെട്രിക്കൽ ഐസോമെറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമെറിസം. ദെൻ ഇവിടത്തെ ഈ വർഷം ഇത്രേ പഠിക്കാനുള്ളൂ, വിഷമിക്കേണ്ട. അടുത്ത വർഷം പോകുമ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പോകും. അതിൽ നമ്മൾ വീണ്ടും ജോമെട്രിക്കൽ ഐസോമെറിസം തന്നെ വീണ്ടും സിസ്, ട്രാൻസ്, ഫേസ്, മെർ. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത സ്ട്രക്ചറൽ ഐസോമെറിസം തന്നെ കുറെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന സമയത്ത് ലിങ്കേജ് ഐസോമെറിസം, കോർഡിനേഷൻ ഐസോമെറിസം, അയണൈസേഷൻ ഐസോമെറിസം, അങ്ങനെ വലിയൊരു ഏരിയ ആണ് ഐസോമെറിസം. ധാരാളം പഠിക്കാനുണ്ട്. ഹാപ്പി ആയിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എഴുതി വെച്ചോ കേട്ടോ. ഐസോമെറിസത്തിന്റെ ഡെഫിനിഷൻ എഴുതി വെച്ചോ. വെൻ ടു ഓർ മോർ കോമ്പൗണ്ട് എഴുതി വെക്കാം. വെൻ ടു ഓർ മോർ കോമ്പൗണ്ട്, when two or more compound having the same molecular formula
having the same molecular formula but different properties is known as isomerism. Then isomerismന്റെ ഒരു ടോട്ടൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ, ഐസോമറിന്റെ ഒരു ടോട്ടൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ എഴുതിയ പോലെ ഒന്ന് ഐഡിയ എഴുതി വെക്കാം. വീണ്ടും വരക്കാം കേട്ടോ. ഓക്കെ, ടു ആയിട്ട് ഡിവൈഡ് ചെയ്യും, വേഗം വരച്ചോ കേട്ടോ. ഇവിടെ സ്ട്രക്ചറൽ ഐസോമറിസം, ഇവിടെ എന്താ വരും? സ്റ്റീരിയോ ഐസോമറിസം. വേഗം എഴുതാം. ഇത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് ചെയിൻ ഐസോമറിസം ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം, മെറ്റാമറിസം. ഇതെടുത്ത് എഴുതാം കേട്ടോ. ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം, മെറ്റാമറിസം, സ്റ്റീരിയോ ഐസോമറിസം കേട്ടോ. സ്റ്റീരിയോ ഐസോമറിസം, STEREO, സ്റ്റീരിയോ കേട്ടോ, ഓർത്ത് നോക്കാം. സ്റ്റീരിയോ ഐസോമറിസം, സ്ട്രക്ചറൽ ഐസോമറിസം ആൻഡ് സ്റ്റീരിയോ ഐസോമറിസം. ഇതിൽ 4 കേട്ടോ, അത്രയും സ്പേസ് വിടണം കേട്ടോ. ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം, മെറ്റാമറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം, മെറ്റാമറിസം. മറ്റടുത്ത് ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഇവിടെ ജോമെട്രിക്കൽ ഐസോമറിസം, ഒപ്റ്റിക്കൽ ഐസോമറിസം, ജോമെട്രിക്കൽ ഐസോമറിസം, ഒപ്റ്റിക്കൽ ഐസോമറിസം. ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം കേട്ടോ. ഓക്കെ, ഇനി എഴുതിക്കോ ഓരോന്നായിട്ട്. അടുത്ത ഹെഡിങ് എഴുതിയോ? ഏതാ? വരച്ചു കഴിഞ്ഞിട്ടില്ല. ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഈ ഒപ്റ്റിക്കൽ ഐസോമറിസിന്റെ അണ്ടറിൽ ഇനി ശരിക്കും വീണ്ടും കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെക്സ്ട്രോ ലീവോ ആണ്. വേണമെങ്കിൽ അതും എഴുതി വെച്ചോന്നാ, സമയമുണ്ടല്ലോ. ഡെക്സ്ട്രോ ആൻഡ് ലീവോ കേട്ടോ. ഓർത്തത് ജോമെട്രിക്കൽ GO ആണ്, ജോമെട്രിക്കൽ ഐസോമറിസം. അതില് സിസ്, ട്രാൻസ് അങ്ങനെ എഴുതി വെച്ചോ കേട്ടോ. ഓർത്തോക്കെ സിസ്, ട്രാൻസ്. ഇത് സബ് ഡിവിഷൻ അല്ല, ഈ ജോമെട്രിക്കൽ ഐസോമറിസിൽ വരുന്നതാണ്. സിസ്, ട്രാൻസ്, ഡെക്സ്ട്രോ ലീവോ കേട്ടോ. ഓർത്ത് നോക്കാം, ഡെക്സ്ട്രോ ലീവോ. ജോമെട്രിക്കൽ ഐസോമറിസം GEOM ആണ് ജോമെട്രിക്കൽ ഐസോമറിസം. ഇതിന്റെ താഴെ സിസ്, CIS ആണ് കേട്ടോ, സിസ് ഐസോമറിസം. TRANS, ട്രാൻസ് ഐസോമറിസം കേട്ടോ. ജോമെട്രിക്കൽ ഐസോമറിസത്തിന്റെ കാറ്റഗറിയിലാണ്. ഒപ്റ്റിക്കലില് ഡെക്സ്ട്രോ ആൻഡ് ലീവോ, LEAVO ആണ് കേട്ടോ, ലീവോ. ഓർത്ത് നോക്കാം, ഡെക്സ്ട്രോ ആൻഡ് ലീവോ. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഇത് മുഴുവൻ പഠിക്കാനുണ്ട് കേട്ടോ. ഓർത്ത് ഇത് മുഴുവൻ പഠിക്കാനുണ്ട്. ഈ ജോമെട്രിക്കൽ ഐസോമറിസം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് അടുത്ത ചാപ്റ്ററിന്റെ പേരെന്താ? ഹൈഡ്രോ കാർബൺ. അതിലാണ് ജോമെട്രിക്കൽ ഐസോമറിസിൽ സിസും ട്രാൻസും വരുന്നത്. ഇനി ഒപ്റ്റിക്കൽ ഐസോമറിസം 12th 12th പഠിക്കാനുള്ളൂ.
ഈ വർഷവും ഇല്ല കേട്ടോ, ഓർത്ത് വെക്കാം. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ഇതെല്ലാം ഒന്ന് പറയും കേട്ടോ. ഓക്കെ, കാരണം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കിട്ടണം. ഹെഡിങ് എഴുതി വെച്ചു കേട്ടോ. ചെയിൻ ഐസോമറസ് ഓരോന്നായിട്ടാണ്. ചെയിൻ ഐസോമറസ് ഹെഡിങ് ചെയിൻ ഐസോമറസ് LEAVO കേട്ടോ. ഓക്കെ, അതാണ് ലീവോ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ എന്താണോ വിളിക്കുന്നത് അതുപോലെ കേട്ടോ. ഓക്കെ, ലീവോ, ഡെക്സ്ട്രോ ആൻഡ് ലീവോ. അത് ഈ ഒപ്റ്റിക്കലിന്റെ ഒരെണ്ണത്തിൽ തന്നെ വരുന്ന കാറ്റഗറിയാണ് കേട്ടോ, ഓർത്ത് വെക്കാം. ദെൻ എഴുതി വെക്കാം കേട്ടോ. ചെയിൻ ഐസോമറസം, ചെയിൻ ഐസോമറസ് ഡെഫിനിഷൻ എല്ലാത്തിനും ഒരേ ഫ്രെയിമിലായിരിക്കും തുടങ്ങുന്നത്. അപ്പൊ എന്തായിരിക്കും തുടങ്ങേണ്ടത്? വെൻ 2 or more compound having the same molecular formula but different carbon chain. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെച്ചു. ചെയിൻ ഐസോമറസം വെൻ 2 or more compound having the same molecular formula, when 2 or more compound having the same molecular formula, when 2 or more compound having the same molecular formula but different carbon chain, but different carbon chain, but different carbon chain, but different carbon chain. പ്രാക്കൽ എഴുതി വെക്കാം. ഡിഫറെന്റ് സ്കെലിറ്റൽ എന്ന് എഴുതി വെച്ചാലും മതി. ഇനി മീനിങ് ഇതാണ്. എക്സാമ്പിൾ എഴുതാം കേട്ടോ. ചെയിൻ ഐസോമറസിന് എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. മോളിക്കുലർ ഫോർമുല ഉണ്ടോ, ഓർത്ത് നോക്കാം. മോളിക്കുലർ ഫോർമുല പെൻഡെയിൻ. പെൻഡെയിൻ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും? C5H എത്ര വരും? 12 പെൻഡെയിൻ. മോളിക്കുലർ ഫോർമുല എക്സാമ്പിൾ ആണ് എഴുതാൻ പോകുന്നത് ചെയിനിന്റെ കേട്ടോ. ചെയിൻ ഐസോമറസിന് എക്സാമ്പിൾ ആണ് നമ്മൾ എഴുതുന്നത്. മോളിക്കുലർ ഫോർമുല C5H12. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരക്കും നമ്മൾ? ഇതേ ഉണ്ടോ? ഓക്കെ, ഇതേ ഇങ്ങനെ അല്ലെ. കണ്ടൻസ് ഫോർമുല എഴുതുമ്പോൾ ഇങ്ങനെയാണ്. CH2 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 CH3 ഉണ്ടോ? ഓർത്തൊക്കെ പെൻഡെയിൻ അല്ലേ. ദെൻ നെക്സ്റ്റ് ഇതില് ഒരു കാർബൺ കട്ട് ചെയ്യുക. ഇത് കണ്ടോ, ഇത് നോക്കിക്കോട്ടോ. അപ്പൊ എങ്ങനെ ഇരിക്കും? ഇത് നിങ്ങൾ എവിടെ പഠിച്ചതാണ്? 10th പഠിച്ച. ഒരു കാർബൺ കട്ട് ചെയ്യും, എന്നിട്ട് ഈ എൻഡിൽ കൊടുക്കാൻ പാടില്ല. ഈ എൻഡിൽ ഈ കട്ട് ചെയ്ത കാർബൺ ഈ ഫസ്റ്റിലും ലാസ്റ്റിലും കൊടുക്കാൻ പാടില്ല. ഇൻ ബിറ്റ്വീൻ എവിടെ വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? ഇതിന്റെ പേരെന്തായിരിക്കും എന്ന് പറഞ്ഞേ? 2-methyl butane ഉണ്ടോ? 2-methyl butane. ഇതിന്റെ പേര് പെൻഡെയിൻ 2-methyl butane. ഇതിന് രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം അല്ലേ? when 2 or more compound having the same molecular formula but different carbon chain. ചെയിനിൽ വ്യത്യാസമില്ലേ? ഇതിന് പെൻഡെയിൻ ആണെങ്കിൽ ഇതിനെന്താ? ബ്യൂട്ടൈൻ. അതാണ് ഇവിടെ വരാൻ കേട്ടോ. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഇതിൽ വരക്കാൻ പറ്റും. ഏതായിരിക്കും? ഇതിന് ഒരെണ്ണം കൂടി വരക്കാൻ പറ്റും. എങ്ങനെയാ? ഒരു കാർബണും കൂടി കട്ട് ചെയ്യും. ഇവിടുത്തെ കാർബൺ കട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, ഇനി ഇവിടെയും ഫിറ്റ് ചെയ്യാം, ഇവിടെയും ഫിറ്റ് ചെയ്യാം. അതാണ് മാക്സിമം വരക്കാവുന്നത് കേട്ടോ. ഓക്കെ, ഇത് നോക്കിയേ. ഇതിന് സെയിം മോളിക്കുലർ ഫോർമുല അല്ലേ? നോക്കിയേ, കാർബൺ എത്ര ഉണ്ട് ടോട്ടൽ? കൗണ്ട് ചെയ്ത് നോക്കിയേ. 5 അല്ലേ? ഹൈഡ്രജൻ എത്ര ഉണ്ട്? 12 അല്ലേ? സെയിം മോളിക്കുലർ ഫോർമുല ഡിഫറെന്റ് കാർബൺ ചെയിൻ ഉണ്ടോ? ഓക്കെ, 2,2-dimethyl propane. 2,2-dimethyl propane. ഇത് കൂടി എഴുതിക്കോ കേട്ടോ. ഓക്കെ, 2,2-dimethyl propane. അപ്പോൾ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് കാർബൺ ചെയിൻ വന്നു കൊണ്ട് ഓർത്ത് നോക്കുക. അങ്ങനെ വന്നാൽ ചെയിൻ ഐസോമറസ്. പെൻഡെയിൻ 2-methyl ഇല്ല, എഴുതൂല. നമ്മൾ നേരത്തെ എഴുതിയതല്ലേ. 2-methyl butane. 2-methyl എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതണം കേട്ടോ. 2-methyl butane ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ നോമൻക്ലേച്ചർ പഠിപ്പിച്ചത്. ആ, ഏതാ? ആണോ? ലോങ് ചെയിൻ ഇല്ല. ബ്രാഞ്ചിന് പ്രയോറിറ്റി. ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യോ, ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യോ? ഇവിടെ നിന്ന് കേട്ടോ. ഓക്കെ, എവിടെയാണോ ബ്രാഞ്ച് വരുന്നത് അല്ലെ, അയാൾക്കാണ് പ്രയോറിറ്റി വരിക അല്ലെ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൗണ്ട് ചെയ്യാനായിട്ടുള്ളൂ. 1, 2 ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് പൊസിഷൻ 2-methyl butane കേട്ടോ. ഓക്കെ, ഏതാ? ആ, തേർഡിന്റെ അല്ലെ. 2,2-dimethyl propane. 2,2-dimethyl propane. dimethyl propane. 2,2-dimethyl propane. dimethyl propane. അടുത്ത ഹെഡിങ് പൊസിഷൻ ഐസോമർസ്. അപ്പൊ ഡെഫിനിഷൻ എന്തായിരിക്കും?
പൊസിഷൻ ഐസോമറസിൽ തുടക്കമൊക്കെ ഒരേപോലെ ആയിരിക്കും. എന്തായിരിക്കും പൊസിഷൻ? when two or more compound having the same molecular formula, എഴുതി വെക്കുക കേട്ടോ. when two or more compound having the same molecular formula, when two or more compound having the same molecular formula but functional group present in different position, but functional group present in different position, but functional group present in different position, but functional group present in different position. അതാണ് പൊസിഷൻ ഐസോമറസ് കേട്ടോ. ഓക്കെ, അപ്പോ സെക്കൻഡ് എഴുതിയത് പൊസിഷൻ ഐസോമറസ് ആണ്. പൊസിഷൻ ഐസോമറസിൽ നോക്കിയേ, ഇതിന്റെ പേരെന്താ? 3 കാർ വന്ന പ്രൊപ്പാണ് അല്ലെ. ഓക്കെ, ഇവിടെ ഒഴിച്ച് വന്ന ഇതിന്റെ പേരെന്തായിരിക്കും? പ്രൊപ്പൻ 1 ഓൾ അല്ലെ. ഓക്കെ, ഇത് നോക്കിയേ, പ്രൊപ്പനോൾ അല്ലെങ്കിൽ പ്രൊപ്പൻ 1 ഓൾ. ഇനി നോക്കാം, ഇവിടെ ഒഴിച്ച് വന്ന CH3 CH3 ഓർത്ത് നോക്കാം, എന്തായിരിക്കും? പ്രൊപ്പൻ 2 ഓൾ ഓർത്ത് നോക്കാം. പ്രൊപ്പൻ 1 ഓൾ പ്രൊപ്പൻ 2 ഓൾ ഓർത്ത് നോക്കാം. ഒഴിച്ചിന്റെ പൊസിഷൻ മാറുമ്പോ അതിന്റെ പ്രോപ്പർട്ടി മാറും. മനസ്സിലായോ? അപ്പോ ഇതിന്റെ പ്രോപ്പർട്ടി ആയിരിക്കില്ല ഇതിന്റെ പ്രോപ്പർട്ടി. നിങ്ങൾ ഓർത്ത് നോക്കാം, 3 ഫ്ലോർ ഉള്ള ഒരു ഫ്ലാറ്റ്, അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്നു, അതാണ് ഫസ്റ്റ് ഫ്ലോർ. കണ്ടോ? ഓർത്ത് നോക്കാം, ഫസ്റ്റ് ഫ്ലോർ. ദെൻ സെക്കൻഡിൽ നിൽക്കുന്നു, വ്യത്യാസം ഉണ്ടാവും അല്ലേ? അല്ലേ? അല്ലാതെ ഫ്ലാറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള റൂമിലൊക്കെ കയറി പോകാൻ പറ്റുമോ? ഇല്ല, നടക്കില്ല. പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടി തന്നെ മാറും അല്ലേ? ഓക്കെ അല്ലെ? ഗ്രൗണ്ട് ഫ്ലോറിന് ഉണ്ട്, സെക്കൻഡ് ഫ്ലോർ ഉണ്ട് അല്ലെ? ഗ്രൗണ്ട് ഫ്ലോറിൽ ആണ് നമ്മുടെ വീട്, അതിന് പകരം നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ അവരില്ലാത്ത സമയത്ത് കുത്തി കയറി കഴിഞ്ഞാൽ എന്ത് പറ്റും അല്ലെ? ഓക്കെ, അടി കിട്ടും അല്ലെ? പ്രോപ്പർട്ടി ഒക്കെ മാറും. ഓക്കെ, അപ്പൊ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിഫറെന്റ് പ്രോപ്പർട്ടി വരുന്നത്. അതാണ് പൊസിഷൻ കേട്ടോ. ഓക്കെ, അപ്പൊ പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ഉണ്ട്, മാറാൻ പാടില്ല. ഓക്കെ, അപ്പോ അത് മാറിക്കഴിഞ്ഞാൽ അതെന്താ? ഐസോമറസ് ആയി പൊസിഷൻ ഉണ്ടോ? അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് എവിടെ വന്നേക്കുന്നത്? ഡിഫറെന്റ് പൊസിഷൻ. അങ്ങനെ വരുമ്പോൾ പ്രോപ്പർട്ടി മാറും. അതുകൊണ്ടാണ് ഐസോമറസിൽ വരുന്നത്. അപ്പൊ മോളിക്കുലർ ഫോർമുല രണ്ടിനും സെയിം ആണ് അല്ലെ? കാർബൺ ഹൈഡ്രജൻ ഒന്നും കൂടാനൊന്നും പാടില്ല കേട്ടോ. ഓക്കെ, സെയിം അല്ലേ? രണ്ടിനും സെയിം മോളിക്കുലർ ഫോർമുല അല്ലെ? ഓക്കെ, ഇനി അടുത്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറസ്. ഏതാ? ആൽഡിഹൈഡും കീറ്റോണും ഡിഫറെന്റ് അല്ലേ? അപ്പൊ തന്നെ ഐഡിയ മനസ്സിലായി. അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറസ്. ഏതാ? അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എന്താ? ഇവിടെ ശ്രദ്ധിക്കുക, ആൽഡിഹൈഡ് മോനെ എന്ന് പറഞ്ഞുതരാം. C∠H ഇതാണ് ആൽഡിഹൈഡ്. കീറ്റോൺ എന്ന് പറഞ്ഞാൽ C∠, ഇവിടെ CH3 ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ കാർബൺ ആയിരിക്കും. ഒരിക്കലും ഈ കാർബണിൽ H ഉണ്ടാവില്ല. ഇത് ആൽഡിഹൈഡ്, ഇതെന്തായിരുന്നു? കീറ്റോൺ. ഇനി പെട്ടെന്ന് നമുക്ക് നമ്പർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയുന്നത്, ആൽഡിഹൈഡ് ആണെങ്കിൽ എൻഡിലായിരിക്കും, അതുകൊണ്ട് അവിടെ നിന്ന് നമ്പർ ഇട്ട് തുടങ്ങും. കാർബോക്സിലിക് ആസിഡ് എവിടെയായിരിക്കും? എൻഡിൽ, അപ്പൊ അവിടെ നിന്ന് നമ്പർ ഇട്ട് തുടങ്ങാൻ പറ്റും. ആൽഡിഹൈഡിനും കാർബോക്സിലിക് ആസിഡും എവിടെയാണോ അവിടെ നിന്ന് തൊട്ട് നമ്പർ ചെയ്യാൻ പറ്റും. ബാക്കി ഒന്നിനും അങ്ങനെ പറ്റണമെന്നില്ല. ഉണ്ടോ? ഓർത്ത് നോക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്ത് നോക്കാം, അത് രണ്ട് വ്യത്യാസമുണ്ട് അല്ലെ? ഓക്കെ, ഇവിടെ വരുന്ന ആ ഐസോമറസ് ആണ് വരുന്നത്. ഹെഡിങ് എഴുതി വെച്ചു കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറസും എങ്ങനെയായിരിക്കും ഡെഫിനിഷൻ? എഴുതിക്കോ കേട്ടോ. തുടക്കമൊക്കെ സെയിം തന്നെ, വേഗം എഴുതിക്കോ. when two or more compound having the same molecular formula, when two or more compound having the same molecular formula, when two or more compound having the same molecular formula but different functional group, having the same molecular formula, when two or more compound having the same molecular formula but different functional group. ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ മാറും. നേരത്തെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനാ മാറിയത്, ഇതല്ല. ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ പൊസിഷനാണ് മാറിയത് അല്ലെ? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുമ്പോ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് തന്നെ മാറുകയാണ്. ഇവിടെ നോക്കിയോ, CH3 CH2 CHO, ഇതിന്റെ പേരെന്താ? പ്രൊപ്പനാൽ. ഓർത്ത് നോക്കാൻ. ഇതിന്റെ മോളിക്കുലർ ഫോർമുല എത്ര കാർബൺ ഉണ്ട്? C3H എത്ര ഉണ്ട് നോക്കിയേ? 3 + 2 5 5 + 1
6 C3H6O. ഇതാണ് മോളിക്കുലർ ഫോർമുല. കണ്ടോ, മോളിക്കുലർ ഫോർമുല, സെയിം മോളിക്കുലർ ഫോർമുല. ബട്ട് എന്താണ്, ഇവിടെ ആൽഡിഹൈഡ് ആണെങ്കിൽ എവിടെ നോക്കിയേ, CH3 C ഡബിൾ ബോണ്ടോ CH3. ഇനി ഡെഫിനിഷൻ നോക്കിയേ, when two or more compound, അല്ലെ, two compound, when two or more compound having the same molecular formula but different functional group. കണ്ടോ, CHO ഇത് കീറ്റോൺ. കണ്ടോ, ഓർത്ത് നോക്കുക, ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ഡിഫറെന്റ്, അല്ലേ? അപ്പോൾ വേഗം എടുത്ത് കേട്ടോ എക്സാം. എഴുതി കേട്ടോ. അടുത്ത ഹെഡിങ് ആണ്, എക്സാമ്പിൾ എടുത്ത് എഴുതണം. അത് അടുത്ത ഹെഡിങ് മെറ്റാമറിസം. നെക്സ്റ്റ് ഹെഡിങ് മെറ്റാമറിസം. മെറ്റാമറിസം സ്റ്റാർട്ടിങ് ഒരേപോലെ തന്നെ നേരത്തെ എഴുതിയേക്കണ പോലെ കേട്ടോ. when two or more compound having the same molecular formula, when two or more compound having the same molecular formula but different alkyl chain, ALKYL, alkyl chain, but different alkyl chain, ALKYL, alkyl chain on either side of the functional group, either side of the functional group. അപ്പോൾ നോർമലി നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്തതാണ് മെറ്റാമറിസം വരുന്നത്. ഈതറിനാണ് അത് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതർ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. എക്സാമ്പിൾ എഴുതിയിട്ട് കറക്റ്റ് ആക്കി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഈതറാണ്, ഈതർ ROR ആണ് അല്ലെ, ROR. അപ്പോ ഒരെണ്ണത്തിനൊപ്പം നമ്മള് ഈതറിൽ ഈ O ഉണ്ടോ, ഓടെ രണ്ട് സൈഡിലും അല്ലെ കാർബൺ ചെയിൻ വരുന്നുണ്ട്. ദെൻ ഈ കോമ്പൗണ്ടിനാ നമുക്കിത് ഒരു CH2 അപ്പുറത്തേക്ക് എഴുതാം. ഇനി എന്റെ മോളിക്കുലർ ഫോർമുല നോക്കി അറിയാം. മോളിക്കുലർ ഫോർമുല C4 ആണ്. H വന്നേക്ക് നോക്കിയേ 10 ആണ്, H10O. കണ്ടോ, ഓർത്ത് നോക്കി, ഇത് രണ്ടിനും സെയിം അല്ലേ, സെയിം മോളിക്കുലർ ഫോർമുല. ഈ രണ്ടിനും സെയിം മോളിക്കുലർ ഫോർമുല അല്ലേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ അല്ലെ. C4 ആണ്, കാർബൺ 4 ഉണ്ട്, ഹൈഡ്രജൻ അല്ലെ 10 ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്, സെയിം മോളിക്കുലർ ഫോർമുല അല്ലെ. ബട്ട് ഇതിനെന്താ തുടങ്ങിയേ, ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് കണ്ടോ, ഇതിനെയാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ് എവിടെയാ വന്നേക്കുന്നത്, ഈ ഓയിൽ അല്ലേ. ഇത് രണ്ട് ഡിഫറെന്റ് ആണ് കണ്ടോ, ഓർത്ത് നോക്കി. ഇവിടെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പും ഇതും സെയിം ആണോ, അല്ല. ഇതും സെയിം ആണോ അല്ലെ, ഇതും വ്യത്യാസമല്ലേ, ഓർത്ത് നോക്കാം. ഡിഫറെന്റ് ആൽക്കൈൽ, കാർബണിന്റെ ചെയിൻ, ആൽക്കൈൽ ഗ്രൂപ്പ് പ്രസന്റ് ഐദർ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതാ, ഓയുടെ സൈഡിലുള്ള ചെയിൻ മാറി. അപ്പൊ ഇതിന്റെ പേര് മാറിയില്ലേ, ഇതിന്റെ പേരെന്തായിരുന്നു, ഈഥൈൽ ആണ്, എത്തോക്സി, സോറി, എത്തോക്സി ഈഥൈൻ. ഇതിന്റെ പേരെന്തായിരുന്നു, എത്തോക്സി ഈഥൈൻ. ഇതിന്റെ പേര് തനിയെ പറഞ്ഞ എല്ലാവരും. ചെറിയ ഗ്രൂപ്പിന്റെ ഒപ്പം ഓക്സി ചേർക്കണം. അപ്പൊ എന്തായിരിക്കും, ഇതൊരു കാർബൺ ആണ്. അപ്പൊ എന്തായിരിക്കും, പറഞ്ഞു, ശരിയാ, മെത്തോക്സി പ്രൊപ്പെയിൻ ഉണ്ടോ. ഓക്കെ, മെത്തോക്സി പ്രൊപ്പെയിൻ ഉണ്ടോ. ഡിഫറെന്റ് പേര് കിട്ടിക്കഴിഞ്ഞാൽ അത് അല്ലെ, മെത്തോക്സി പ്രൊപ്പെയിൻ, മെത്തോക്സി പ്രൊപ്പെയിൻ. മെത്തോക്സിയും ഈഥൈൻ അതുപോലെ തന്നെയാണ് മെത്തോക്സി പ്രൊപ്പെയിൻ. മെത്തോക്സി പ്രൊപ്പെയിൻ എടുത്തെഴുതുക കേട്ടോ, മെത്തോക്സി പ്രൊപ്പെയിൻ.
എഴുതിയോ? ഓക്കെ, നിങ്ങൾക്ക് ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളൂ. അടുത്ത രണ്ടെണ്ണം ഏതൊക്കെയാണ്? ജോമെട്രിക്കൽ ഐസോമറിസും ഒപ്റ്റിക്കൽ ഐസോമറിസും ആണ്. അത് അടുത്ത ചാപ്റ്ററിലാണ് ജോമെട്രിക്കൽ ഐസോമറിസും വരുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്ന് റെപ്രസെന്റേറ്റ് ചെയ്തൊക്കെ പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് ഇത്ര എഴുതിയല്ലോ. ഓക്കെ, ഐസോമറിസം കംപ്ലീറ്റ് ആയിട്ട് പറയേണ്ടി വരും കേട്ടോ, എന്നിട്ട് വിടുള്ളൂ. എന്നാ ഓക്കെ, ഐസോമറിസം എന്തായിരുന്നു? ഡെഫിനിഷൻ മാത്രം പറയാം ആദ്യം, പിന്നെ ഒരു ഓർഡർ പറയും. എങ്ങനെ പറയണം എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സെക്ഷൻ ആണ്. ഐസോമറിസം എന്തായിരുന്നു? when two or more compound having the same molecular formula but different properties. ഇനി നിങ്ങൾക്ക് അതിൽ സ്ട്രക്ചറൽ ഐസോമറിസം ഫർദർ ഡിവൈഡഡ് ഇൻടു 4 ടൈപ്പ്. ഏതൊക്കെയാ? ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമറിസം, മെറ്റാമറിസം. ഇതിലെല്ലാത്തിനും കീ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ വെൻ ആ സംഭവം വേണ്ട, അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലേ വെൻ ടു ഓർ മോർ കോമ്പൗണ്ട് കുറെ പ്രാവശ്യം എഴുതിയപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. ഓക്കെ, ബട്ട് ഡിഫറെന്റ് കാർബൺ ചെയിൻ. ചെയിൻ ഐസോമറിസിന് എന്തായിരുന്നു? ബട്ട് ഡിഫറെന്റ് കാർബൺ ചെയിൻ. ദെൻ പൊസിഷൻ ഐസോമറിസിന് എന്തായിരുന്നു? ബട്ട് ഫംഗ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ഡിഫറെന്റ് പൊസിഷൻ. ദെൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമറിസിൽ എന്തായിരുന്നു? ഡിഫറെന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ദെൻ മെറ്റാമറിസിന് എന്തായിരുന്നു? ആക്ച്വലി ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെ? ആ ആൽക്കൈൽ എന്തായിരുന്നു? ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് പ്രസന്റ് ഐദർ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഫംഗ്ഷണൽ ഗ്രൂപ്പ്. കേട്ടോ, ഓർത്തോക്കെ, അത്രയും പറഞ്ഞാൽ മതി, ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ രണ്ട് കാറ്റഗറി കൂടി പറയണം. ഏതായിരുന്നു? സ്റ്റീരിയോ ഐസോമറിസില് ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഓർത്ത് നോക്കാം. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇന്ന് പോകാം. ഓക്കെ, അല്ലെങ്കിൽ മറ്റേതും കൂടി പറയിപ്പിക്കണോ? നമ്മുടെ സ്ട്രക്ചർ ഏത്? ഓർഗാനിക് കോമ്പൗണ്ട് ക്ലാസിഫിക്കേഷൻ കൂടി പറയിപ്പിക്കാം അല്ലെ? ഞാനൊന്ന് പറയാം അല്ലെ? നിങ്ങൾ ഒരുമിച്ച് പറയണം കേട്ടോ. ഓർഗാനിക് കോമ്പൗണ്ട് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വീണ്ടും പറയിപ്പിക്കും. ഓർഗാനിക് കോമ്പൗണ്ട് ഫർദർ ഡിവൈഡ് ഇൻടു 2 ടൈപ്പ്. ഏതൊക്കെയായിരുന്നു? ഓപ്പൺ ചെയിൻ ആൻഡ് ക്ലോസ് ചെയിൻ. ഓപ്പൺ ചെയിൻ ആൻഡ് ക്ലോസ് ചെയിൻ. അതില് ഓപ്പൺ ചെയിൻ പിന്നെ അധികം ഇല്ല അല്ലെ, അവിടെ തീർന്നു. ക്ലോസ് ചെയിൻ ഫർദർ ഡിവൈഡ് ഇൻ 2. ഏതൊക്കെയായിരുന്നു? ആൻഡ് ആരോമാറ്റിക്. ആലിസൈക്ലിക് ആൻഡ് ആരോമാറ്റിക്. ആലിസൈക്ലിക്കില് 2 ടൈപ്പ്, ഹോമോ സൈക്ലിക് ആൻഡ് ഹെട്രോസൈക്ലിക്. അതവിടെ പൊക്കോട്ടെ. ദെൻ അടുത്താണ് ആരോമാറ്റിക്. ആരോമാറ്റിക്കില് ഫസ്റ്റ് ബെൻസിനോയിഡ്, നോൺ ബെൻസിനോയിഡ്, ഹെട്രോസൈക്ലിക്, ആരോമാറ്റിക്. അത്ര മതി കേട്ടോ. ഓക്കെ, ഒരു ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, മതി. നമുക്ക് ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, ഇത് ഇന്റർവ്യൂവിൽ പറഞ്ഞു കേൾക്കണം, എന്നാലേ വിടുള്ളൂ കേട്ടോ. ഓക്കെ, പറഞ്ഞു കേൾപ്പിക്കുന്ന ആൾക്കാർക്കൊക്കെ പോവാം കേട്ടോ. ഓക്കെ, സ്റ്റീരിയോ ഐസോമറിസിന്റെ ഡെഫിനിഷൻ പറയണം. പിന്നെന്തായിരുന്നു? ക്ലാസിഫിക്കേഷനില് ചെയിൻ, പൊസിഷൻ, ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമറിസം, മെറ്റാമറിസം കേട്ടോ. ഓക്കെ, തരാം വേണമെങ്കിൽ കേട്ടോ. ഓർത്ത് നോക്കാം. ഒന്ന് എഴുതി വെച്ചോ, അതും കൂടി എഴുതിക്കോ കേട്ടോ. സ്റ്റീരിയോ ഐസോമറിസം ഹെഡിങ് എഴുതി വെച്ചു. ഞാൻ മറന്നിരിക്കായിരുന്നു, അതും കൂടി ഉണ്ടായി. ഒന്ന് അതും കൂടി പറഞ്ഞേക്കാം കേട്ടോ. അതും കൂടി ഉള്ളൂ, ആള് ഉറപ്പിച്ചാണ്, കറക്റ്റ് ആണ്. അത് ഹെഡിങ് ഉണ്ട്. സ്റ്റീരിയോ ഐസോമറിസം ഒന്ന് എഴുതി വെച്ചോ. സ്റ്റീരിയോ ഐസോമറിസം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. തുടക്കം ഒരേപോലെ തന്നെയാണ്. വെൻ ടു ഓർ മോർ കോമ്പൗണ്ട് ഹാവിംഗ് ദ സെയിം മോളിക്കുലർ ഫോർമുല. സ്റ്റീരിയോ ഐസോമറിസം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. when two or more compound having the same molecular formula but functional group sorry when two or more compound having the same molecular formula but different spatial arrangement സ്ട്രക്ചർ മാത്രം പറഞ്ഞിട്ട് വേഗം വിടാം കേട്ടോ. ഓക്കെ, ടൈം അധികം വൈകണ്ട. ഓക്കെ, വേഗം കേട്ടോ. ഓക്കെ, ഈ ഇത് ഇത്രയും പറഞ്ഞാൽ മതി. ഇതേ ഇത്രയും ഡെഫിനിഷൻ ഒന്നും പറയണ്ട. ഈ രണ്ടെണ്ണം ഇത്രയും, ഇത് വേണ്ട കേട്ടോ. ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്യാൻ വേഗം പറഞ്ഞു തുടങ്ങി കേട്ടോ. ഓക്കെ, ഹരി പറയാന്ന് കേട്ടോ, കൈ ഉയർത്തി. ഓക്കെ, വേഗം പറഞ്ഞു.